ദൈവവചനത്തെ സ്നേഹിക്കുന്നതുകൊണ്ടും ദൈവമക്കളാരും നിത്യജീവനിൽ നിന്ന് നഷ്ടപ്പെടരുത് എന്നുള്ള അതിയായ ആഗ്രഹമുള്ളതുകൊണ്ടും ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാകയാലും നിങ്ങളോടുള്ള സ്നേഹത്തിലും ക്രിസ്തീയമായ കരുതലിലും വളരെ പ്രാർത്ഥനയോടെ ഈ സമ്മേളനം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇവിടെ പറയുന്ന ആത്മീക സത്യങ്ങൾ വ്യക്തമായി നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദിക്കണം. ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇവിടുന്ന് പറഞ്ഞേച്ച് ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ ഉള്ളതല്ല. ഇവിടെ തന്നെ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് ന്യായമായ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഭംഗിവാക്കല്ല, നിങ്ങൾക്ക് പുറമേ കാണാൻ കഴിയുന്നില്ലെങ്കിലും അരിയിലൊരു തോർത്തും ചുറ്റി പാത്രത്തിൽ വെള്ളവും പകർന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ചുമതലയും ശുശ്രൂഷ അനുഭവിക്കുന്ന നിങ്ങളുടെ അവകാശവുമാണ്. അതുകൊണ്ട് ന്യായമായ എന്തെങ്കിലും വിശദീകരണം ഞങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച് ആവശ്യമുണ്ടായാൽ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമായിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് അവസരവും അവകാശവും ഉണ്ടെന്നുള്ളത് പ്രത്യേകം പ്രാരംഭത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഇന്ന് ആത്മിക ശുശ്രൂഷകളെ ഒരു പ്രാകൃത മതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്ന ഒരു ദുഷ്കാലത്തിൽ ഞാൻ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. എനിക്ക് മുമ്പായി ഇവിടെ മുഖവരിയായി ചില വാക്കുകൾ പറഞ്ഞ ഫിൽജി സാർ ഇവിടെ ഓർപ്പിച്ചല്ലോ 3 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ആത്മരക്ഷ ലഘൂകരിക്കപ്പെട്ടു. 2, കഷ്ടത നമുക്കില്ല ഇത് പഠിപ്പിക്കുന്നു. 3, വിശ്വാസത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ ഓരോന്നും ദീർഘമായ മണിക്കൂറുകൾ വിശദീകരിക്കുവാൻ ആവശ്യമുള്ളതാണ്. ചില വർഷങ്ങളായി ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരണങ്ങൾ പ്രസംഗവേദികളിൽ പറയുകയും ലേഖനങ്ങൾ എഴുതുകയും ബൈബിൾ ക്ലാസ്സുകൾ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസം എന്നാൽ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഗുഡ് ന്യൂസിൽ, ലൈറ്റ് ഓഫ് ലൈഫിൽ, ഈ മാസികളിലൊക്കെ ഞങ്ങൾ എഴുതി പ്രസിദ്ധപ്പെടുത്തിയതാണ്. നമ്മളിതിനെ അപഗ്രഥിച്ച് സൂക്ഷിച്ചു പഠിക്കുമ്പോൾ ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന പൈശാചികമായ കെണി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഞാൻ തുടരുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈ പറയുന്നത് വ്യക്തമായി തിരിയുന്നുണ്ടോ? ഓക്കെ, പറയില്ല? ഓക്കെ, കുഴപ്പമില്ല, ശ്രദ്ധിക്കുക. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശങ്ങളെ വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് ദൈവജനത്തെ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇടയാക്കി തീർക്കുന്ന പൈശാചിക തന്ത്രങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. സ്തോത്രം. ആട്ടെ, അങ്ങനെ എല്ലാം പറയാൻ ഇവിടെ സാവകാശമില്ല. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് പ്രധാനമായും പ്രചരിക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. പ്രാരംഭത്തിൽ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനമായ ചില പ്രമാണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ വിശുദ്ധ വേദപുസ്തകം, സത്യവേദപുസ്തകം, ഇത് പൂർണ്ണമാണ്, ഇത് തികവുള്ളതാണ്, ഇത് ആഡിക്വേറ്റാണ്, ഇത് മതിയായതാണ്. ഇതിന് പുറത്ത് ഒന്നും ആവശ്യമില്ലാതെ വണ്ണം ഇത് തികവുള്ള പ്രമാണമാണ്. വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിച്ചതോടെ ദൈവിക വെളിപ്പാടുകൾ പൂർത്തീകരിക്കപ്പെട്ടു. വെളിപ്പാട് പൂർത്തീകരിക്കപ്പെട്ടെങ്കിലും ഇന്നും നമുക്ക് ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, വെളിപ്പാട് പൂർത്തീകരിക്കപ്പെട്ടു. ആ നൽകപ്പെട്ട വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉൾക്കാഴ്ചകൾ പ്രാപിക്കാൻ കഴിയും.
പുതിയ വെളിപ്പാടുകളില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം ഇത് പൂർണ്ണമാണ്, തികവുള്ളതാണ്. ഇതിന് പുറത്ത് ഒരു വെളിപ്പാടില്ല. ഇത് തികവുള്ളതാണ് എന്ന് വ്യക്തമായി ആരംഭത്തിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കണം. സ്തോത്രം. പ്രിയമുള്ളവരെ, അത് ഒന്നും കൂടി ഞാനൊന്ന് വ്യക്തമാക്കി തരാം. യേശു ക്രിസ്തു അദൃശ്യ ദൈവത്തിൻ്റെ ദൃശ്യ വെളിപ്പാടാണ്. യേശു ക്രിസ്തു അദൃശ്യ ദൈവത്തിൻ്റെ ദൃശ്യ വെളിപ്പാടാണ്. അതാണ് യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുക്രിസ്തു അദൃശ്യ ദൈവത്തിൻ്റെ ദൃശ്യമായ തികവുള്ള വെളിപ്പാടാണ്. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായ വചനം ജഡത്തിൽ വെളിപ്പെട്ട് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നോക്കണേ, അപ്പോൾ വചനം ജഡമായവനാണ് കർത്താവ്. വചനം ജഡമായവനായ കർത്താവ് ദൈവത്തിൻ്റെ തികവുള്ള ദൃശ്യ വെളിപ്പാടാണെങ്കിൽ, ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ തികവുള്ള ദൃശ്യ വെളിപ്പാടാണെങ്കിൽ ആ വചനവും പൂർണ്ണമായ വെളിപ്പാടാണ്. കാരണം അപൂർണമായത് ദൃശ്യമാകുമ്പോൾ, ജഡത്തിൽ വെളിപ്പെടുമ്പോൾ അതും അപൂർണമാകും. പൂർണ്ണമായത് ജഡത്തിൽ വെളിപ്പെട്ടതുകൊണ്ടാണ് പൂർണ്ണനായിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഈ ദൈവവചനത്തിൻ്റെ പൂർണ്ണതയെ നിഷേധിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയെ നിഷേധിക്കുകയാണ്. അത് മറന്നു പോകരുത്. ഒന്നും കൂടി വ്യക്തമാക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ച് ഈ വിശുദ്ധ തിരുവെഴുത്തിൽ എന്തൊക്കെ വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ടോ ആ വെളിപ്പാടുകളെല്ലാം ആളത്വമായി വെളിപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. സ്തോത്രം. മനസ്സിലായല്ലോ? അപ്പോൾ യേശുക്രിസ്തുവിൽ എന്തൊക്കെ ദൈവ വെളിപ്പാടുകളുണ്ടോ അതെല്ലാം വചനത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിലുള്ളതൊന്നും വചനത്തിൽ വിവരിക്കപ്പെടാതില്ല. വചനത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നതൊന്നും യേശുക്രിസ്തുവിൽ വെളിപ്പെടാതെയുമില്ല. ഒന്ന് ദൃശ്യവും മറ്റത് ശ്രവ്യവുമാണ്. യേശുക്രിസ്തു ദൃശ്യ വെളിപ്പാടും വചനം ശ്രവ്യമായ വെളിപ്പാടുമാണ്. ഒന്ന് പൂർണ്ണമെങ്കിൽ മറ്റതും പൂർണ്ണമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ വചനത്തിന് പുറത്ത് യാതൊരു ദൈവ വെളിപ്പാടും ഇല്ല. മറന്നു പോകരുത്. ഈ വചനത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാടുകളുടെ പ്രകാശനങ്ങളാണ് ഇല്ലുമിനേഷൻ. റെവലേഷനും ഇല്ലുമിനേഷനും പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അത് വെളിപ്പാടിന് അകത്തുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യലേഖനം 4:3 വായിക്കുന്നു, വചനത്തിൻ്റെ വാതിൽ തുറന്നു ലഭിക്കേണ്ടതിന്. വചനത്തിൻ്റെ വാതിൽ തുറന്നു ലഭിക്കുക. എന്തോ ഈ വചനത്തിൻ്റെ വാതിൽ തുറന്നു ലഭിക്കാൻ തുടങ്ങിയതിൻ്റെ അർത്ഥം വചനത്തിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്ന ദൈവ വെളിപ്പാടുകൾ നമുക്ക് പ്രകാശിപ്പിച്ച് ലഭിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വെളിപ്പാട് പൂർണ്ണമാണ്. ഇതിന് പുറത്ത് ഒരു ദൈവപ്രവൃത്തിയില്ല. അതുകൊണ്ട് ഏതൊരു ആത്മിക ശുശ്രൂഷയും വചനത്തിൻ്റെ പരിധിക്ക് അകത്ത് ആയിരിക്കണം. വചനത്തിൻ്റെ പരിധിക്ക് അകത്ത് തന്നെ ആയിരിക്കണം. ശ്രദ്ധിക്കുക, ആരംഭകാലങ്ങളിൽ എൻ്റെ ബാല്യപ്രായത്തിൽ പെന്തക്കോസ്ത് സഭകളിൽ പഠിപ്പിച്ചിരുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഉപദേശം ദൈവികവും
സത്യവുമോ എന്നറിയുവാൻ 5 വിധ പരിശോധനകൾ ഉണ്ടായിരുന്നു. 5 വിധ പരിശോധനകൾ. 1, യേശു ക്രിസ്തു അത് പഠിപ്പിച്ചതായി സുവിശേഷങ്ങളിൽ രേഖയുണ്ടോ? യേശു ക്രിസ്തു അത് പഠിപ്പിച്ചതായി സുവിശേഷങ്ങൾ രേഖയുണ്ടോ? അതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ്, അപ്പസ്തോലന്മാർ അത് പ്രസംഗിച്ചതായി പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖയുണ്ടോ? മൂന്നാമത്തെ പരിശോധന, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത് എന്ന പ്രമാണപ്രകാരം ലേഖനങ്ങളിൽ അതിൻ്റെ വിശദീകരണമുണ്ടോ? 1, യേശുക്രിസ്തു പഠിപ്പിച്ചതായി സുവിശേഷങ്ങളിൽ രേഖയുണ്ടോ? 2, അപ്പസ്തോലന്മാർ ഇത് പ്രസംഗിച്ചതായി പ്രവർത്തന പുസ്തകത്തിൽ തെളിവുണ്ടോ? 3, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത് എന്ന പ്രമാണപ്രകാരം ലേഖനങ്ങളിൽ ഇതിൻ്റെ വിശദീകരണമുണ്ടോ? ഈ 3 പ്രൈമറി ടെസ്റ്റുകൾ. അത് കഴിഞ്ഞാൽ 2 സെക്കൻഡറി ടെസ്റ്റുകൾ കൂടിയുണ്ട്. അടുത്ത 2 1, 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തോലിക ദൈവസഭ ഇത് വിശ്വസിക്കുകയും ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നുവോ? 5, മറ്റ് ഉപദേശങ്ങളോട് ചേർന്നു പോകുന്നുണ്ടോ അതോ ക്ലാഷ് ചെയ്യുന്നുണ്ടോ? ഈ 5 വിധ ടെസ്റ്റുകൾ അനുസരിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം യേസ് എന്ന ഉത്തരമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഉപദേശമോ ഒരാത്മിക ശുശ്രൂഷയോ ദൈവികമായി സത്യമായി അംഗീകരിക്കുവാൻ പാടുള്ളൂ. ഈ പരിശോധന നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും പ്രായോഗികത്തിൽ വരുത്തേണ്ടതുമാണ്. സ്തോത്രം. അപ്പോൾ ദൈവവചനം പൂർണ്ണമാണ്. വചനത്തിന് പുറത്ത് ദൈവപ്രവൃത്തിയില്ല. അപ്പോൾ ഏതൊരാത്മിക ശുശ്രൂഷയായാലും അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊള്ളണം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നില്ലെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കുവാൻ അനുവാദമില്ല. മുമ്പോട്ട് പോകുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ വചനം കൊണ്ട് അളക്കാനൊക്കുമോ? തീർച്ചയായും. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും വചനത്തിന് പുറത്ത് പ്രവർത്തിക്കുകയില്ല. ഒരിക്കലും ദൈവം ഒരിക്കലും തൻ്റെ വചനത്തിന് പുറത്ത് പ്രവർത്തിക്കുകയില്ല. ഇങ്ങനെ ആരോ ഒരാൾ പറഞ്ഞെന്ന് ചില ആളുകൾ എന്നോട് പറയുകയുണ്ടായി. ദൈവത്തെ വചനത്തിൽ തളച്ചിടുന്ന കുറേ പരീശന്മാരിറങ്ങിയിട്ടുണ്ടെന്ന്. ദൈവത്തെ വചനത്തിൽ തളച്ചിടുന്ന പരീശന്മാരെന്ന്. ഞങ്ങളാരും ദൈവത്തെ വചനത്തിൽ തളച്ചിടണ്ട. ദൈവത്തിന് അങ്ങനെ പ്രസാദമായി അവിടുന്ന് വചനത്തിൻ്റെ പരിധിക്കുള്ളിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. മറക്കരുത്. 89-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ ആധാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. കർത്താവ് ഒരിക്കലും തൻ്റെ വചനത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം വചനത്തിന് പുറത്താണെങ്കിൽ അത് ദൈവികമല്ല. സ്തോത്രം. ആട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണല്ലോ നമ്മൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് ദൈവമാണ്. മറക്കരുത്. ത്രിയേക ദൈവം എന്ന വ്യക്തമായ ഉപദേശം വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. ത്രിയേക ദൈവം. ഈ ത്രിയേക ദൈവം എന്നുള്ള ആശയം നമ്മളെല്ലാവരും വളരെ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളേണ്ടതാണ്. ആരെങ്കിലും ദൈവ ത്രിയേകത്വത്തെ നിഷേധിച്ചാൽ അവർ ദൈവത്തിൻ്റെ പൂർണ്ണതയെ നിഷേധിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. ഇത് മറ്റുള്ളവർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകത്തക്കതുപോലെ പറഞ്ഞു കൊടുക്കത്തക്കതുപോലെ ഞാൻ വ്യക്തമാക്കി തരാം. നിങ്ങളിത് ഉൾക്കൊള്ളണം. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അത് ത്രിയേക ദൈവം എന്ന ആശയം ശക്തമായി ഉറപ്പായി മനസ്സിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. കാരണം മറ്റു ചില വാക്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പം ആരെങ്കിലും അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയെന്ന് വരും. അതാണ് അളവ് കൂടാതെയല്ലോ പരിശുദ്ധാത്മാവിന് നൽകുന്നത്, ഇരട്ടിപ്പങ്ക് ആത്മാവിനെ കൊടുക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ അയ്യോ ഇരട്ടിപ്പങ്ക്, അപ്പോൾ അത് ആളത്വമാണോ എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് വരും. അതുകൊണ്ട് ത്രിയേക ദൈവം പിതാവ്
പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ഏക സത്യ ദൈവം എന്നുള്ള ആശയം എല്ലാവരും ഉൾക്കൊള്ളണം. ഞാനൊന്ന് വ്യക്തമാക്കി തരാം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കുന്ന ദൈവം സ്നേഹമാണ്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ലളിതമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സ്നേഹമാണ്. ഇതര മതങ്ങളിൽ നിന്ന് വേദപുസ്തകത്തിലെ ദൈവ വെളിപ്പാടിനെ മാറ്റി നിർത്തുന്ന, വ്യത്യസ്തപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ദൈവ വെളിപ്പാടാണ് ദൈവം സ്നേഹമാണ് എന്നുള്ളത്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വികാരമാണ്. നമുക്കതിനെ ഒരു കൈനറ്റിക് ഇമോഷൻ എന്ന് പറയാം. ഒരു ചലനാത്മക പ്രകൃതമാണ് സ്നേഹം. സ്നേഹം പകരപ്പെടണം, സ്നേഹം സ്വീകരിക്കപ്പെടണം. സ്നേഹം സജീവമായിരിക്കണമെങ്കിൽ സ്നേഹം പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവസ്നേഹം പകരപ്പെടുവാനും സ്വീകരിക്കപ്പെടുവാനും തക്ക ആളത്വ ബഹുത്വം ദൈവം എന്ന ഏകത്വത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദൈവം അപൂർണനാണെന്ന് വരും, തന്നിൽ തന്നെ പൂർണ്ണനല്ലെന്ന് വരും. ഒന്നും കൂടി വ്യക്തമാക്കി തരാം, ശ്രദ്ധിച്ചേ. നമ്മൾ ഒന്ന് എടുക്കുക. വേദപുസ്തകത്തിൽ ആദിക്കും മുമ്പുള്ള അനാദിയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അനാദി. എന്താ അനാദി? ആദിക്കും മുമ്പാണ് അനാദി. 90-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനും മുമ്പേ അനാദിയായും ശാശ്വതമായി ദൈവമാണ്. അപ്പോൾ അനാദി എന്ന് പറഞ്ഞാൽ ആദിക്കും മുമ്പ്. ആദിയിലാണ് സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചത്. സ്വർഗത്തോടൊപ്പം സ്വർഗത്തിലെ സേവകാത്മാക്കളായി മാലാഖമാരെ സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ സ്വർഗവും സ്വർഗത്തോടൊപ്പം മാലാഖമാരെയും അതോടൊപ്പം ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഘട്ടമാണ് അനാദി. അന്നും ദൈവം സ്നേഹം തന്നെയാണ്. അന്ന് സൃഷ്ടിക്കപ്പെട്ടതൊന്നുമില്ലായിരുന്നപ്പോൾ സ്നേഹവാനായ ദൈവത്തിലെ സ്നേഹപ്രകൃതം എങ്ങനെ സജീവമായിരുന്നു? അന്ന് ദൈവസ്നേഹം ആരിലേക്കാണ് പകരപ്പെട്ടത്? ആരാണ് ദൈവത്തെ തിരികെ സ്നേഹിച്ചത്? ശ്രദ്ധിക്കണേ, ഇവിടെയാണ് ദൈവത്രിയേകത്വത്തിൻ്റെ ആണിക്കല്ല് കിടക്കുന്നത്. ആണിക്കല്ല് ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം നിവർത്തിക്കാനുള്ള പൂർണ്ണത ദൈവത്തിൽ തന്നെയുണ്ട്. ശ്രദ്ധിക്കണേ, ദൈവത്തെക്കുറിച്ച് ഈ നിർഗുണ പരബ്രഹ്മം എന്നൊരു ചിന്ത ഹിന്ദു ചിന്തയിലൊക്കെ ഉണ്ട്. നിർഗുണ പരബ്രഹ്മം. എന്നാൽ വേദപുസ്തകം അങ്ങനെ നിർഗുണ പരബ്രഹ്മത്തെ അല്ല വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം സ്നേഹമാണെന്ന് ദൈവത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് പ്രസാദമുണ്ട്. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു എന്നുണ്ട്. ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് നമ്മുടെ കോപം പോലെ അല്ല. നമ്മുടെ കോപം എന്ന് പറഞ്ഞാൽ ഹർട്ട് ഈഗോയിൽ നിന്നോ നിരാശയിൽ നിന്നോ പാകയിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ് നമ്മുടെ കോപമെന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കോപം നീതിമാനായ ഉത്തരവാദിത്വമുള്ളവനായ ദൈവം അന്യായം കാണുമ്പോൾ അതിനോട് ന്യായമായി പ്രതികരിക്കുന്ന പ്രതികരണമാണ് ദൈവത്തിൻ്റെ കോപമെന്ന് പറയുന്നത്. അതിൽ തിന്മ ലേശം പോലുമില്ല. നമ്മുടെ കോപമാണെങ്കിൽ ഹാർട്ട്, ഈഗോ, പക, നിരാശ, പിന്നെ പ്രതികാര വാഞ്ച ഇത്യാദി കൂട്ടുകൾ ചേർത്ത് കൂട്ടുന്ന ഒരു കുഴമ്പാണ് നമ്മുടെ കോപമെന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കോപത്തിൽ തിന്മയായതോ അയോഗ്യമായതോ ദൈവികമല്ലാത്തതോ ആയ യാതൊന്നുമില്ല. നീതിമാനായ ദൈവം, ഉത്തരവാദിത്വമുള്ളവനായ ദൈവം അന്യായവും അനീതിയും കാണുമ്പോൾ അതിനോട് ന്യായമായി പ്രതികരിക്കുന്ന
പ്രതികരണമാണ് ദൈവത്തിൻ്റെ കോപമെന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ കോപത്തോടെ അവരെ ചുറ്റും നോക്കി ധാർമ്മിക രോഷമെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ദൈവം നിർഗുണ പരബ്രഹ്മമല്ല. അപ്പോൾ ദൈവത്തിന് താല്പര്യങ്ങളുണ്ട്, ആവശ്യങ്ങളില്ല. ദൈവത്തിന് ആവശ്യങ്ങളില്ല, എന്നാൽ താല്പര്യങ്ങളുണ്ട്. ദൈവം, ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇവൻ ആഗ്രഹമുണ്ടെന്നും തിരുവെഴുത്ത് പറയുന്നുണ്ട്. എന്താണ് ആഗ്രഹം? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആഗ്രഹവുമുണ്ടെന്ന് പറയാം. ശ്രദ്ധിക്കണേ. അപ്പോൾ ആവശ്യങ്ങളൊന്നുമില്ല. അവിടുന്ന് തന്നിൽ തന്നെ പൂർണ്ണനാണ്. തന്നിൽ തന്നെ പൂർണ്ണനാണെങ്കിൽ, അതേസമയം ഇവിടുന്ന് സ്നേഹമാണെങ്കിൽ, സ്നേഹം പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു വികാരമാണെങ്കിൽ, ഈ സ്നേഹം പകരുവാനും സ്വീകരിക്കുവാനുമുള്ള ആളത്വ ബഹുത്വം ദൈവത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് ആരെങ്കിലും സ്നേഹവാനായ ദൈവത്തിൻ്റെ ത്രിയേകത്വ ഭാവം നിഷേധിച്ചാൽ ദൈവത്തിൻ്റെ പൂർണ്ണതയെ നിഷേധിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എനിക്കൊന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കണേ. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം മൂർഖനായ ഒരൊറ്റയാനല്ല. മനസ്സിലാകുന്നുണ്ടോ? മൂർഖനായ ഒരൊറ്റയാൻ. ആരോടും അങ്ങനെ സംസർഗമൊന്നുമില്ല. നീതി നീതി ഇങ്ങോട്ട് എന്നെ പ്രസാദിപ്പിച്ചോ അല്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും, അത് ചെയ്തോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും, അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂർഖനായ ഒരൊറ്റയാനല്ല. സ്നേഹമാണ്. പകരപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന വികാരമായ സ്നേഹം. ആ സ്നേഹം ദൈവത്തിൽ തന്നെ സജീവമായിരിക്കത്തക്കതുപോലെ ദൈവം എന്ന ഏകത്വത്തിൽ ആളത്വ ബഹുത്വമുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, മനുഷ്യൻ്റെ തന്നെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ ഒരു ത്രിയേകനാണ്. നമ്മളെല്ലാവരും മൂന്ന് കൂടി ഒന്നാണ്. നമുക്കറിയാമല്ലോ, നമ്മളിൽ ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങൾ നമ്മളിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. 1 Thessalonians 5:23 നമ്മൾ വായിക്കുന്നുണ്ട്. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും. നോക്കണേ, ആത്മാവും ദേഹിയും ദേഹവും, ഈ മൂന്നും നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണ്. ദീർഘമായ വിശദീകരണത്തിന് ഇവിടെ സാവകാശമില്ല. ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു. The body makes us world conscious. ഇനി soul makes us self conscious. ഇനി spirit makes us God conscious. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അറിയുന്നതിൽ നിന്ന് അറിയാൻ മേലത്തിലോ കാണല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ശരീരമാണല്ലോ. മണ്ണിൽ നിന്ന് എടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിനെ കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നതും മരിക്കുമ്പോൾ മണ്ണിലേക്ക് മടങ്ങുന്നതുമാണ് ശരീരം. അപ്പോൾ the body makes us world conscious. ഇനി ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും ദൈവത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നതും മരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ എത്തേണ്ടതുമാണ് ആത്മാവ്. അപ്പോൾ നോക്കണേ, മൂന്നിൻ്റെയും ഫങ്ഷൻസ് മൂന്നാണ്, പക്ഷെ നിലനിൽപ്പിൽ ഒരുമിച്ചാണ്. ഇതുപോലെയാണ് ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ മൂന്ന് പേരുകളിൽ, മൂന്ന് ആളത്വങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന ഏകസത്യ ദൈവം നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണ്. ശ്രദ്ധിക്കണേ, നമ്മളോട് തന്നെ സംസാരിക്കുമല്ലോ. വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാ, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കണ്ടോ, ആത്മാവ് മനസ്സിനോട് സംസാരിക്കുക. ഇച്ചിരി കഴിഞ്ഞപ്പോൾ മനസ്സ് ആത്മാവിനോട് സംസാരിക്കുകയാണ്, ദേഹി ആത്മാവിനോട് സംസാരിക്കുക.
എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നോക്കണേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതുപോലെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ ആയിരുന്നപ്പോൾ പിതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ്. ശ്രദ്ധിക്കണേ. അപ്പോൾ ത്രിയേക ദൈവത്തിലെ ഒരാളത്വമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നിലനിൽപ്പിൽ ഒരുമിച്ചാണ്, എന്നാൽ ശുശ്രൂഷയിൽ സ്വതന്ത്രരാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നിലനിൽപ്പിൽ ഒരുമിച്ചാകയാൽ ത്രിയേക ദൈവവും നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ത്രിയേക ദൈവവും നമ്മിൽ വസിക്കുന്നു. മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കണേ, സ്തോത്രം, ഇവിടെ ശ്രദ്ധിക്കണം, ത്രിയേക ദൈവവും നമ്മിൽ വസിക്കുന്നു. അടുത്ത ഒരു തെറ്റായ പരിശുദ്ധാത്മ സംബന്ധിച്ചുള്ള ഒരു തെറ്റായ ധാരണ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്, ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ, മുമ്പത്തെ പോലൊന്നുമല്ല പരിശുദ്ധാത്മ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആളുകളിൽ പലരും പറയാറുണ്ട്, പഴയ നിയമകാലം പിതാവിൻ്റെ കാലമായിരുന്നു, പുതിയ നിയമകാലം അല്ലെങ്കിൽ യേശുക്രിസ്തു ഇവിടെ വന്ന് ജഡത്തിൽ പാർത്ത് ശുശ്രൂഷിച്ച കാലം പുത്രൻ്റെ കാലമായിരുന്നു, പിന്നെ പെന്തക്കോസ്ത് നാൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. ഇങ്ങനെ പറയുന്ന അനേക ആളുകളെ കാണാം. സഹോദരങ്ങളെ, അങ്ങനെയല്ല. ശ്രദ്ധിക്കണേ, തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും ന്യായമായ വിഷയം വേണമെങ്കിൽ യോഗാനന്തരം നിങ്ങൾക്ക് ചോദിക്കാം. സ്തോത്രം. ഇപ്പം തന്നെ കുറിച്ച് വെച്ചോണം ചോദിക്കാനുണ്ടെങ്കിൽ, മറന്നുപോയി എന്ന് പിന്നെ വരാതിരിക്കാനായിട്ട്. ഇനി പഴയ നിയമം ഒന്നെടുത്തേ, ഞാനൊന്ന് വ്യക്തമാക്കി തരാം. പഴയ നിയമകാലം അത് പിതാവിൻ്റെ കാലം തന്നെ ആയിരുന്നു. നിലനിൽപ്പിൽ ഒരുമിച്ചല്ലേ. ചില വാക്യങ്ങളൊന്ന് വായിക്കാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാമത്തെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 10:4. നമ്മൾ ഇങ്ങനെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഇത് പഴയ നിയമകാലത്തെ കുറിച്ചാണ് പറയുന്നത്. അവരെ അനുഗമിച്ച ആത്മീയ പാറ, ആ പാറ ക്രിസ്തു ആയിരുന്നു. ഞാനൊരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ചു അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിലുണ്ട്. എന്റെ നാമം അവനിലുണ്ട്. എന്റെ പേര് അവന്റെ പേര്. ശ്രദ്ധിക്കണേ, ഇത് കർത്താവ്. 33:2 വായിക്കാമോ? ഇനി 33:2, പുറപ്പാട് 33:2 വായിച്ചോളൂ. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് 33:2 വായിച്ചോ. ഞാനൊരു ദൂതനെ നിനക്ക് മുൻപായി അയക്കും. കനാന്യൻ, അമോര്യൻ. മതിയല്ലോ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. അതിന്റെ 14 വായിച്ചോ. 14-ാം വാക്യം 33:14 വായിച്ചോളൂ. അതിനും അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ദൈവ സാന്നിധ്യം ഇസ്രായേലിനോട് സജീവമായി പിന്തുടർന്നിരുന്നത് യേശു ക്രിസ്തു. സ്തോത്രം. ത്രിയേകത്വത്തിൽ 2-ാം ആളത്വം ഒരു പ്രത്യേക ദൂതൻ എന്ന നിലയിൽ അവരുമായി ഒരുമിച്ച് സഞ്ചരിച്ചിട്ടാണ്. അത് അതിരുവെടുത്ത് പഠിപ്പിക്കുന്നു. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 63-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചേ. യെശയ്യാ 63:9. യെശയ്യാ 63:9. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സന്മുഖദൂതൻ അവരെ രക്ഷിച്ചു. ഈ സന്മുഖദൂതൻ ആരെ? ഈ സന്മുഖദൂതൻ ഏഞ്ചൽ ഓഫ് ഗോഡ്സ് പ്രസൻസ്, ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൂതൻ, ഒരു പ്രത്യേക ദൂതൻ. അതാണ് സന്മുഖദൂതൻ. അതാണ് എൻ്റെ ദൂതനെ ഞാൻ നിങ്ങളോടുകൂടെ അയക്കും. എൻ്റെ പേര് അവനിലുണ്ട്, എൻ്റെ പേര് അവൻ്റെ പേര്. ശ്രദ്ധിക്കണേ, അവൻ നടപടിയെടുക്കാൻ അധികാരമുള്ളവനാണ് എന്ന് പറഞ്ഞാണ് നിയോഗിക്കുന്നത്. സന്മുഖദൂതൻ, അത് യേശുക്രിസ്തു വെളിപ്പാടാ. വായിച്ചോളൂ. 63:10 വായിച്ചേ. അപ്പം പരിശുദ്ധാത്മാവിന്റെ കൂടെ ഉണ്ടാകുന്ന കാണാം. 63:10. എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. കണ്ടോ, ഇസ്രായേലിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഇനി പ്രവർത്തന പുസ്തകം 7-ാം അധ്യായം 51-52 വാക്യങ്ങൾ വായിച്ച്. പ്രവൃത്തി 7:51-52. പ്രവൃത്തി 7:51-52 വായിച്ചോളൂ. പ്രവൃത്തി 7:51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും
നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. കണ്ടോ, പിതാക്കന്മാർ പരിശുദ്ധാത്മാവോട് മത്സരിച്ചു. കണ്ടോ, അപ്പോൾ പഴയ നിയമകാലത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചിരുന്നു. ഇനി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിലോ, യേശുക്രിസ്തു ശുശ്രൂഷ കാലയളവിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചിരുന്നു. പിതാവ് എന്നോടുകൂടി ഉള്ളത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പിതാവ് എന്നിൽ വസിച്ച് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. മാത്രമല്ല കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ. നോക്കണേ, പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇനി ഇന്നത്തെ കാലമോ? ഇന്നത്തെ കാലം ജലവാക്യം ഒന്ന് വായിച്ചോളൂ. യോഹന്നാൻ 14:23. സമയം പോകുന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞു പോകാൻ. ഒരു യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും. പിതാവും പുത്രനും. ശ്രദ്ധിക്കണേ. മാത്രമല്ല നമുക്കറിയാം പരിശുദ്ധാത്മാവിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 6 അധ്യായം അതിന്റെ 19 വാക്യം നമുക്കറിയാം. അതുപോലെ എഫേസ്യർ 4:6 വായിച്ചോ. എഫേസ്യർ 4:6. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. കണ്ടോ, പിതാവ് നമ്മിൽ വസിക്കുന്നു. യേശുക്രിസ്തു നമ്മിൽ വിശ്വാസത്താൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഇന്നും ത്രിയേക ദൈവവും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ മാത്രം യുഗമെന്ന് പറഞ്ഞ് തള്ളരുത്. ഈ പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് ഇടപാട്. ഇങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നുള്ളതിന് അമിത പ്രാധാന്യം കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വചനത്തിന്റെ പരിധിക്ക് പുറത്തുണ്ട് എന്ന് വരുത്തിക്കൂട്ടുന്ന തെറ്റായ പ്രവണതയെ നാം മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോയിക്കോട്ടെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ടാണ് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഇടയിൽ ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്നെങ്കിലേ കാര്യം നടക്കൂ എന്ന ഉപദേശം പോലും നമ്മുടെ ഇടയിലുണ്ട്. സഹോദരങ്ങളെ, എല്ലാ ശുശ്രൂഷയിലും ത്രിയേക ദൈവവും സജീവമായി പങ്കാളികളാണ്. എല്ലാ ശുശ്രൂഷയിലും ശ്രദ്ധിച്ചേ, രക്ഷാപദ്ധതി പിതാവ് അയച്ചു, പുത്രൻ വന്നു, പരിശുദ്ധാത്മാവിനാൽ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ചു. എബ്രായർ 9:14. നോക്കണേ, പിതാവ് അയച്ചു, പുത്രൻ വന്നു, നിത്യാത്മാവിനാൽ തന്നെത്താൻ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ചു. രക്ഷാപദ്ധതി ഒരുക്കുന്നതിൽ ത്രിയേക ദൈവവും പങ്കാളികളാണ്. ഇനി അടുത്തത്, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ പിതാവ് ആകർഷിക്കുന്നു, പരിശുദ്ധാത്മാവ് അവന് പാപബോധം കൊടുക്കുന്നു, പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നു, പുത്രനിൽ അവൻ നീതീകരിക്കപ്പെടുന്നു. ഇനി പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പിതാവിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കണേ, പിന്നെ പിതാവിന്റെ സ്ഥാനം എവിടാ? മാത്രമല്ല പുതിയ നിയമ പ്രാർത്ഥന ഒരു ഔദാര്യമാനസന്റെ മുമ്പിൽ ഒരു ആവശ്യക്കാരൻ ചെന്ന് ക്രിഞ്ച് ചെയ്യുന്ന ഭാവമല്ല. അപ്പൻ്റെ മുമ്പിൽ മക്കൾ സന്തോഷിക്കുന്ന അനുഭവമാണ്. പുതിയ നിയമ പ്രാർത്ഥന അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹക്കൂട്ടായ്മയുടെ ഊഷ്മളമായ അനുഭവമാണ്. അതുകൊണ്ട് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രമാണം വിട്ടുപോകുമ്പോൾ മറ്റു വ്യാജാത്മാക്കൾ അവിടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രമാണം തെറ്റിപ്പോകുന്നു. പ്രമാണം തെറ്റിക്കരുത്. ശ്രദ്ധിക്കണേ, സ്തോത്രം. ഈ വിശുദ്ധ തിരുവെഴുത്തിൽ, അടുത്ത കാര്യം, വിശുദ്ധ തിരുവെഴുത്തിൽ ത്രിയേക ദൈവത്തെയും വെളിച്ചം എന്ന വിശേഷണം ഉപയോഗിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിതാവായ ദൈവത്തെ വെളിച്ചങ്ങളുടെ പിതാവെന്ന് യാക്കോബ് 1:17 പറഞ്ഞിട്ടുണ്ട്. പുത്രനാം ദൈവം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, തന്നെക്കുറിച്ച് തന്നെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ 9:5. അതുപോലെ പരിശുദ്ധാത്മാവാം ദൈവത്തെ വെളിച്ചത്തിൻ്റെ ദൂതൻ എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11:14 വെളിച്ചത്തിൻ്റെ ദൂതൻ ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്.
ശ്രദ്ധിക്കണേ. ഇപ്പോൾ ത്രിയേക ദൈവത്തെയും വെളിച്ചം എന്ന വിശേഷണം ഉപയോഗിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ത്രിയേക ദൈവത്തിൻ്റെയും പ്രവർത്തനങ്ങളെ, ശുശ്രൂഷകളെ അനുകരിക്കാൻ പിശാച് ശ്രമിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും അധികം പിശാച് അനുകരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയാണ്. അതുകൊണ്ടാണ് സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന നിലയിലാണ് പലപ്പോഴും പൈശാചിക പ്രവർത്തനങ്ങൾ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറുന്നത്. നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്ന, ഞാൻ ഈ തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ചേ. നിങ്ങൾ വിചാരിക്കരുത്, ഇവിടെ ഫിൽജിയ സാർ പറഞ്ഞ പോലെ ഇന്ന് സാത്താൻ സഭയിൽ വന്ന് ഒരു ദുരുപദേശം പ്രചരിപ്പിച്ചാൽ വലിയ 2 കൊമ്പും വെച്ച് ഒരു ചാട്ടുളി പോലത്തെ ഒരു വാലും വെച്ച് കറുകീർത്ത കറമ്പനായി തേറ്റപ്പല്ലുമൊക്കെ ഇങ്ങനെ നീട്ടി ഇങ്ങനെയൊന്നും ആയിരിക്കരുത് വരുന്നത്. ഏറ്റവും യോഗ്യനായ, കണ്ടാലൊക്കെ നല്ല മാന്യനായി തോന്നിക്കത്തക്ക ഒരു ദൈവദാസൻ്റെ ഒരു കർത്തവേദോസമൊക്കെ കൊണ്ട് ഇങ്ങനെ വരികയായിരിക്കും ഇന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിശാച് എന്നും തന്ത്രങ്ങൾ മെനയുന്നവനാണെന്നും അവൻ്റെ പ്രവർത്തന രീതി വഞ്ചനയാണെന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ശ്രദ്ധിക്കുക. ഇന്ന് പിശാച് ശക്തമായി ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അല്പം ഒന്ന് വിശദീകരിച്ചു തരാം. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, ലൂസിഫർ ദൈവത്തെ പോലെ ആകാനാണ് അവൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ടായത്. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നായിരുന്നു അവൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം. ആ തെറ്റായ താല്പര്യം അവനിൽ വന്നപ്പോൾ ദൈവം അവനെ അശുദ്ധനെന്നെണ്ണി വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്ന് പുറത്താക്കി നിഷ്കാസനം ചെയ്തു. പക്ഷേ ശ്രദ്ധിച്ചേ, അവൻ്റെ ആ പഴയ ആഗ്രഹം ഇന്ന് അവൻ വളരെ നയപരമായി സാധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചവൻ ഇന്ന് ലോകത്തിൻ്റെ ദൈവം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം അതിൻ്റെ 4-ാം വാക്യം നമുക്കറിയാമല്ലോ. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. പിശാചിനെ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിശാചിനെ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിനെക്കുറിച്ച് പറഞ്ഞാൽ യോഹന്നാൻ 14:30 ലോകത്തിൻ്റെ പ്രഭു വരുന്നു. ലോകത്തിൻ്റെ പ്രഭു എന്ന പേരിൽ പിശാചിന് രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങളിലുള്ള അധികാരവും സ്വാധീനവുമാണ് വെളിപ്പെടുത്തുന്നത്. ഒന്നുകൂടെ പറയാം. ലോകത്തിൻ്റെ പ്രഭു എന്ന പേര് കൊണ്ട് രാഷ്ട്രീയ തലങ്ങളിൽ, അതുപോലെ തന്നെ സാമ്പത്തിക തലങ്ങളിൽ പിശാച് ചെലുത്തുന്ന സ്വാധീനവും അവരുടെ അധികാരവുമാണ് അവിടെ അർത്ഥമാക്കപ്പെടുന്നത്. എന്നാൽ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന പേരിനാൽ ആത്മിക മണ്ഡലത്തിൽ അവൻ ചെലുത്തുന്ന സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്, നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു സമാന്തര ആത്മിക സംവിധാനം, ഇങ്ങനെ പറയാം, ഒരു പാരലൽ റിലീജിയസ് സിസ്റ്റം, ഒരു സമാന്തരമായ മത സംവിധാനം ലോകത്തിൽ രൂപപ്പെടുത്തുവാൻ പിശാച് ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത് ഇന്ന് അവൻ ലോകത്തിൻ്റെ ദൈവം എന്ന നിലയിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും വണക്കം, ആരാധന, ശ്രദ്ധിക്കണേ, നമസ്കാരം സ്വീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം ഒരു കാലത്തേക്ക് അവനെ അനുവദിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ ഇടയിൽ കടന്നോ? ഈ സമാന്തര മത സംവിധാനം നമ്മുടെ ഇടയിൽ കടന്നോ എന്നുള്ളത് നമുക്ക് പ്രശ്നം. ലോകത്തിൽ അവൻ മറ്റെന്തെങ്കിലും ചെയ്തോട്ടെ, അത് നമ്മുടെ ഇടയിൽ കടന്നോ നമ്മൾ നോക്കണം. ഈ സമാന്തര മത സംവിധാനം, നിങ്ങൾക്ക് യോഗാനന്തരം ന്യായമായ ഏത് വിശദീകരണം ചോദിക്കാം. ഈ സമാന്തര മത സംവിധാനത്തിൽ പ്രിയമുള്ളവരെ, ഇവിടെ ഫിൽജി സാറ് പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞു നമുക്ക് ഓരോരുത്തർക്കും അടുത്ത മശിഹ ആകാമെന്ന് പറഞ്ഞു. അടുത്ത മശിഹ ആകാമെന്നാണ് ഒരു കൂട്ടർ പ്രസംഗിക്കുന്നത്. ക്രിസ്തീയ പ്രസംഗകരാ പറയുന്നത്.
നമ്മൾ ഓരോരുത്തരും ഓരോ മശിഹ ആകാമെന്ന്. പ്രിയമുള്ളവരെ, ഇതെന്താണെന്നറിയാമോ? തത്വമസി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. തത്വമസി എന്ന് പറഞ്ഞാൽ ഞാനാണ് നീ, നീയാണ് ഞാൻ. അദ്വൈതം എന്ന് പറയും. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഒന്നാണ്. അഹം ബ്രഹ്മസ്മി, ഞാനാണ് ദൈവം. ശ്രദ്ധിക്കണേ, നമ്മളിൽ ഒരു ദൈവിക ഘടകമുണ്ടെന്നും നമ്മളിലെ ദൈവിക ചേതനയെ ഉദ്ദീപിപ്പിക്കുകയാണ് വേണ്ടതെന്നും ഹിന്ദു മതം പഠിപ്പിക്കുന്നു. അത് തന്നെയാ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമാകാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മശിഹ ആകാം. ശ്രദ്ധിക്കണേ, ഈ പാരലൽ മത സംവിധാനം നമ്മുടെ ഇടയിലോട്ട് കടന്നോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ പാരലൽ മത സംവിധാനത്തിൽ ശ്രദ്ധിക്കണേ, പൈശാചികമായ സമാന്തര മത സംവിധാനത്തിൽ പാപക്ഷമ, നിത്യജീവൻ, ഈ രണ്ട് കാര്യങ്ങളുമില്ല. പാപക്ഷമയുമില്ല, നിത്യജീവനുമില്ല. ഇവിടെ വിർജി സാർ പറഞ്ഞല്ലോ, ആത്മരക്ഷയെ നിസാരവൽക്കരിച്ചിരിക്കുന്നു. നമ്മുടെ യോഗങ്ങളിൽ പാപക്ഷമയ്ക്കും നിത്യജീവനും എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സുവിശേഷം എന്ന പേരിൽ നമ്മൾ പറയുന്ന സന്ദേശത്തിൽ പാപപരിഹാരവും നിത്യജീവനും എന്നുള്ളതിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, സമാന്തര മത സംവിധാനം ഇങ്ങനെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വന്നിരിക്കുന്നില്ല. ശ്രദ്ധിക്കണേ, അടുത്തത് ഈ സമാന്തര മത സംവിധാനം, പിശാചിന് നല്ലൊരു ശക്തമായ മത സംവിധാനം ഇവിടെയുണ്ട്. ആ മത സംവിധാനത്തിൽ കാർമ്മികമായ പല ചടങ്ങുകളാലും ചില അനുഷ്ഠാനങ്ങളാലും ചില ആചാരങ്ങളാലും ഭൗമിക നേട്ടങ്ങൾ അവകാശമാക്കുക എന്നുള്ളതാണ് ഈ സമാന്തര മത സംവിധാനത്തിൻ്റെ പ്രധാന സന്ദേശം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ, കാർമ്മികമായ പല ചടങ്ങുകൾ, മറ്റു പല കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നേർച്ച കാഴ്ചകൾ, കർമ്മങ്ങൾ, നോമ്പുകൾ ഇത്യാദി കാര്യങ്ങളാൽ നോക്കണേ ദൈവത്തെ പ്രസാദിപ്പിച്ച് ഭൗമികമായ കാര്യങ്ങൾ സാധിക്കുക. അതുകൊണ്ടാണല്ലോ ഹിന്ദു സഹോദരങ്ങൾ തന്നെ എത്രയോ പേരാ അവർ പറയുന്നുണ്ട് ശനിദോഷ നിവാരണ യജ്ഞം, പിന്നെ എന്തൊക്കെയുണ്ട്, സർവൈശ്വര്യ പൂജ. ഇതെല്ലാം അവരുടെ ഇടയിലുണ്ട്, നമ്മുടെ ഇടയിലും. ശ്രദ്ധിക്കണേ, നമ്മുടെ ഇടയിലും വിടുതൽ ശുശ്രൂഷ എന്ന പേരിൽ കാർമ്മികമായ എത്രയോ പരിപാടികൾ അവതരിപ്പിച്ച് ഭൗമിക നേട്ടത്തിനായി ജനത്തെ വഞ്ചിച്ച് വശീകരിച്ച് അത് ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു ഉപാധിയാക്കി പാവം ജനങ്ങളെ ചതിച്ചു കളയുന്ന എത്രയോ വേദവിപരീതികൾ നമ്മുടെ ഇടയിലുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന പല കർമ്മങ്ങളും നിങ്ങൾ നോക്കണം. ശ്രദ്ധിക്കണേ. ഈ സഹസ്രനാമ പൂജ ഈ ചൊല്ലി ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുക. ഈ മതങ്ങളിൽ കാവ്യമതമെന്ന് അല്ലെങ്കിൽ പോയറ്റിക് റിലിജിയൻ ഒരു തരംതിരിവുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കാവ്യമതം കലാരൂപങ്ങൾ അവതരിപ്പിച്ച് ദൈവപ്രസാദം നേടുക. കലാരൂപങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളിൽ തന്നെ നല്ല നർത്തകികളും മറ്റും അവരാദ്യം അരങ്ങേറ്റം നടത്തുന്നത് ദേവസന്നിധിയിലായിരിക്കും. അവിടെ ആദ്യം അതങ്ങോട്ട് അവതരിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് ദൈവത്തിന് അവർ കൊടുത്തിരിക്കുന്ന പേരുകൾ 1000 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ട് ഒരു പ്രത്യേക അന്തരീക്ഷം ഉളവാക്കി കാര്യങ്ങൾ സാധിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ സാധിപ്പിക്കുക എന്ന നിലയിൽ അവർ ചെയ്യുന്നത് പോലെ തന്നെയല്ലേ
കൊട്ടും പാട്ടും നൃത്തവും ചാട്ടവും തുള്ളലും. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ആരാധനയെന്ന് പോലും അറിയാൻ മേലാത്തവർ. എന്താണ് ആരാധന? ആരാധന എന്നാൽ എന്താ? ഇവിടെ കോപ്രായം കാണിച്ചില്ലേ? ഇവിടെ പ്രൊജക്റ്റ് ചെയ്തല്ലോ. എന്താണ് ആരാധന? ആരാധന പാട്ടല്ല, ആരാധന വാദ്യോപകരണങ്ങളല്ല, ആരാധന കേവലം സ്തുതിയിൽ പോലും ഒതുങ്ങുന്നതല്ല. ആരാധന എന്നതിന് വേറെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പ്രൈസ് അല്ല. വേറൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് യാഗം എന്നാണ്. യാഗം, യാഗം മറക്കരുത്. റോമാലേഖനം 12:1 സഹോദരന്മാരെ, വായിച്ചേ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ, വായിച്ചോളൂ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. വായിച്ചോളൂ, രണ്ടുകൂടെ വായിച്ചോ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? യാഗമായി നമ്മളെ തന്നെ അർപ്പിക്കുന്നതാണ് ആരാധന. ആരാധന പാട്ടിലൊതുങ്ങുന്നതല്ല. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ വളരെ തെറ്റിപ്പോയി സഹോദരങ്ങളെ. ദൂതന്മാർക്ക് ദൈവസന്നിധിയിലുള്ള പദവിയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ആരാധന എന്നതിന് 2 ഗ്രീക്ക് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് പ്രോസ്കുനിയോ, 2 ലട്രയ്യ. ഈ 2 പദങ്ങളാണ് ആരാധന എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ലട്രയ്യ എന്ന പദം തർജ്ജമ ചെയ്താൽ സേവിക്കുക എന്ന് തർജ്ജമ ചെയ്യണം, സേവിക്കുക. പ്രോസ്കുനിയോ എന്ന പദം നമസ്കരിക്കുക എന്നാണ് പുതിയ നിയമത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. പ്രോസ്കുനിയോ, കുനി എന്ന് പറഞ്ഞാൽ നായ് എന്നാണ് അർത്ഥം. പ്രോസ്കുനിയോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നായി കിടക്കുന്നത് പോലെ കിടക്കുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിക്കുക എന്ന് പറയാം. നമ്മൾ ഓർത്ത് വയ്ക്കാം, നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ വളർത്തുനായി നമ്മൾ ദീർഘയാത്ര കഴിഞ്ഞ് വന്നു. നായ്ക്ക് ഭയങ്കര സന്തോഷം. അത് നമ്മൾ ചുറ്റും വന്ന് ഓടിയിച്ച് നമ്മൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ചാരുകേസലോട് കിടന്ന് പത്രം വായിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അപ്പം വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കും. യജമാനൻ്റെ കണ്ണിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കും. കുറേ നേരം യജമാൻ ഇങ്ങനെ വായിക്കാതെ കാണുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? 2 കൈ ഇങ്ങനെ മുമ്പോട്ട് വെച്ച് കയ്യിലോട്ട് തല ഇങ്ങനെ താഴ്ത്തി വെച്ച് ചെവിയും ഒടിച്ചിട്ട് വാലും നിവർത്തി വെച്ച് കാലും ഇങ്ങനെ അങ്ങോട്ട് വളച്ച് വെച്ച് ഇങ്ങനെ ശരീരം ഭൂമിയോട് പറ്റിച്ച് ഇങ്ങനെ കിടക്കുന്നൊരു കിടപ്പ്. അങ്ങനെ കിടക്കുന്ന ആ കിടക്കുമ്പോഴും ഇങ്ങനെ വേഗം യജമാൻ്റെ കണ്ണിലോട്ടാണ് നോക്കുന്നത്. പേപ്പറിൻ്റെ ഒരു പേജിൽ നിന്ന് മറു പേജിലോട്ട് ഈ യജമാൻ ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി. പേപ്പർ ഒന്ന് മറിക്കുമ്പോൾ പെട്ടെന്ന് തല പൊക്കി യജമാൻ്റെ കണ്ണിലോട്ട് നോക്കി എന്ത് വേണമെന്ന അർത്ഥത്തിൽ യജമാനെ ഒന്നുകൂടെ നോക്കും. പിന്നെയും യജമാനെ വായിക്കുകയാണെങ്കിൽ പിന്നെയും തല താഴ്ത്തി ആ കണ്ണുകൾ യജമാൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തലയും താഴ്ത്തി സാഷ്ടാംഗം പ്രണമിച്ച് പ്രഭോ അവിടുത്തെ സേവനത്തിന് അടിയൻ എന്ന് പറയുന്നത് പോലെ കിടക്കുന്ന ആ കിടപ്പ്, അതാണ് പ്രോസ്കുനിയോ. കർത്താവേ, അവിടുത്തെ തിരിഹിതമെന്തോ അതിനടിയാനെ സമർപ്പിക്കുന്നു. ഒരു യാഗമായി അടിയനെ സമർപ്പിക്കുന്നു. ആത്മീയ ആരാധന എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പ്രാകൃത നൃത്തത്തിൻ്റെ ചുവട് പിടിച്ച് മനുഷ്യനിലെ മൃഗീയ വികാരങ്ങളെ ഇക്കിളിയിട്ടുണർത്തി മനുഷ്യനെ ഒരു കിരാത പെരുമാറ്റത്തിലേക്ക് അധപ്പതിപ്പിച്ച് കളയുന്ന ഒരു വല്ലാത്ത പ്രവണത. ഇത് പരിശുദ്ധാത്മാവിനാലല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മണിക്കൂറുകൾ നിന്ന് ഈ കാര്യം വിശദീകരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നോക്കണേ, കാവ്യമതത്തിൻ്റെ പോയിറ്റിക് റിലിജിയൻ്റെ നിലയിലേക്ക് ക്രിസ്ത്യ വിശ്വാസത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നു. ആരാധിച്ചാൽ വിടുതൽ കിട്ടുമെന്നും ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്നും എന്തോ ആരാധന, പാട്ട്, ഏറ്റവും ആഞ്ഞ് കൊട്ട്, തുള്ളല്, ഡാൻസ്.
ഇവിടെ പറയുന്നത് കേട്ടല്ലോ, ഇത്ര ഇഞ്ച് മാറ്റി ആദ്യത്തെ കാല് വെക്കണം, അടുത്ത കാല് ഇത്ര ഇഞ്ച് മാറ്റി വെക്കണമെന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേച്ചാണ് ഡാൻസിങ് എന്ന്. ക്ലബ്ബുകളിൽ പോകുന്നത് പോലെ ആത്മീയ കൂടിവരവുകളിൽ പോകുന്നു. എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഇവിടെ വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. ആധുനിക സംഗീതോപകരണങ്ങളിൽ പ്രാവീണ്യമുള്ള വർഷിപ്പ് ലീഡേഴ്സിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു ഒരു വലിയ പരസ്യം കൊടുത്തിരുന്നു. സഹോദരങ്ങളെ, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പശ്ചാത്തലത്തിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പാടാം. അതാണ് സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു. ഒരിക്കൽ പോലും പാട്ടിനു മുമ്പിൽ കൊട്ടുപോകരുത്. ആത്മീയ ഗീതങ്ങൾ ധ്യാനിച്ചു പാടണം. അതിന് പശ്ചാത്തലമായി വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാം. കൈത്താളമായാലും മറ്റു വാദ്യോപകരണങ്ങളായാലും പശ്ചാത്തലത്തിൽ വേണം. പശ്ചാത്തലത്തിൽ ആത്മീയ ആരാധന എന്ന് പറയുന്നത് ഈ പാട്ടിൽ ഒതുക്കരുത്. അത് നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടോ നോക്കണേ. പൈശാചികമായ ഈ സമാന്തര മത സംവിധാനത്തിൻ്റെ ചില സ്വഭാവങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നു. അടുത്തത് കേട്ടെ, എത്രയോ പ്രാകൃതമായ രീതികൾ. അവിടെ വെള്ളം കൊണ്ട് തളിക്കും. പിശാച് വെച്ചിരിക്കുന്ന പല പരിപാടികളുണ്ട്. വെള്ളം കൊണ്ട് തളിക്കും, പിന്നെ ഭസ്മമിടും, പിന്നെ നേർച്ച കൊടുക്കും, ഏലസ് കിട്ടും. കേൾക്കുന്നുണ്ടോ? ഇതിന് പകരം ഇവിടെ സങ്കടമുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്തമാക്കി കൊടുക്കുന്നത് പോലും കാർമ്മികമായത്. ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത്. എന്നിട്ട് ഞാൻ കേട്ടത്, എന്നോട് സംശയം ചോദിച്ചത്, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഇരിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരി ഭയങ്കര അനീമിക്കാണ്, വിളറിയിരിക്കുന്ന പാവം, വളരെ അനീമിക്കായിരിക്കുന്നു. അപ്പം ആ സഹോദരിക്ക് പാടാൻ തുടങ്ങിയിട്ട് പാഞ്ഞ് പാടാൻ മേല. അപ്പോൾ ആ ദേവദാസൻ അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്ത വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്തമാക്കി കുടിക്കെന്ന് പറഞ്ഞിട്ട് ആ സഹോദരിക്ക് യേശുവിൻ്റെ രക്തമാക്കി കുടിച്ചോളാൻ പറഞ്ഞെന്ന് കുടിക്കാൻ കൊടുത്തെന്നും ആ സഹോദരി കുടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മുഖം തെളിഞ്ഞെന്നും ചുവന്നു വന്നെന്നും ഒക്കെ പറയുന്നത് ഒരാൾ കേട്ടത് സംശയം ചോദിക്കാൻ എൻ്റെ വീട്ടിൽ വന്നത് ഞാൻ ഓർക്കുന്നു. എൻ്റെ പൊന്ന് സഹോദരങ്ങൾ, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഇത്ര നിസ്സാരമായി പറയരുത്, ചിന്തിക്കരുത്. സ്തോത്രം. ന്യായമായി ഞാൻ പറയുന്ന വിഷയ സംബന്ധമായി നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അത് ഇത്രയും ഒരു സദസ്സുള്ളതുകൊണ്ട് എഴുതി ഇവിടെ തരണം. എഴുതി തരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഒരു സമാന്തര മത സംവിധാനം പിശാച് ലോകത്തിൽ സ്ഥാപിച്ച് അവൻ ലോകത്തിൻ്റെ ദൈവം എന്ന നിലയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സമാന്തര മത സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാപക്ഷമ, നിത്യജീവൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവർക്ക് പ്രധാനമല്ല. ഭൗമിക ലോകത്തിലെ നേട്ടങ്ങൾക്കായി കാർമ്മികമായ പല ചടങ്ങുകൾ ചെയ്യുക, ദൈവത്തെ പ്രസാദിപ്പിക്കാനായി കലാരൂപങ്ങളും മറ്റും അവതരിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ പല വ്രതങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇത്യാദി കാര്യങ്ങൾ, നോമ്പുകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്കിതൊക്കെ അറിയാമല്ലോ. നമ്മുടെ ഇടയിൽ ഹൈന്ദവ സ്നേഹിതരും നമ്മുടെ മുസ്ലിം സ്നേഹിതരും ഇതുപോലെ തന്നെയുള്ള എത്രയോ പേര് ഈവൻ ക്രൈസ്തീയ സമൂഹത്തിൽ തന്നെയുള്ള പരമാർത്ഥമായും വചനത്തിൻ്റെ പൂർണ്ണതയെ അതുപോലെ അംഗീകരിക്കാത്ത എത്രയോ ഗ്രൂപ്പുകൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. ഇത് പൈശാചികമായ ഒരു സമാന്തര മത സംവിധാനമാണ്. അത് നമ്മുടെ ഇടയിൽ കയറുന്നതിനെതിരെയാണ് നമ്മൾ ബോധവാന്മാരാകേണ്ടത്. അങ്ങോട്ടെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ കാർമ്മികമായി ഒരു ടാലിസ്മൻ കൊടുക്കുക. ടാലിസ്മൻ അറിയാമല്ലോ, ഏലസ്, ചരട്, ഇതുപോലെ പിന്നെ വെള്ളം ജപിച്ചു കൊടുക്കുക, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം പോലെ തന്നെ. എന്നിട്ട് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത് കണ്ടോ, വെള്ളം പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്തമാക്കുക എന്ന്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് വളരെ വളരെ ഗൗരവമായി മാത്രമേ സംസാരിക്കാവൂ. യേശുവിൻ്റെ രക്തം നമ്മളല്ല കൈകാര്യം ചെയ്യുന്നത്. ഇതാദ്യം മനസ്സിലാക്കണം. അത് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം
1 പത്രോസ് 1:2 യേശു അനുസരണം കാണിപ്പാനും യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. തളിക്കപ്പെടുവാൻ, നമ്മൾ തളിക്കുകയല്ല, നമ്മൾ തളിക്കപ്പെടുകയാ. ഇനി എവിടാ തളിക്കുന്നത്? എബ്രായ ലേഖനം 10:22 നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ. യേശുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ തളിക്കപ്പെടുകയാ, നമ്മൾ തളിക്കുകയല്ല. നമ്മൾ ഹൃദയം തുറക്കുന്നു. യേശുവിൻ്റെ രക്തം തളിക്കുന്നത് ദൈവമാണ്. ഇത് ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ രക്തം ഒരു വലിയ പാത്രത്തിൽ പിടിച്ചുകൊണ്ട് പോയി സ്വർഗത്തിൽ അവിടെ ഫ്രീസറിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നും അതിൽ ഇച്ചിരിച്ചെടുത്ത് നമ്മുടെ മേൽ തളിക്കുന്നുവെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. യേശു ക്രിസ്തു ജഡത്തിൽ ഇവിടെ ജനിച്ച് ജീവിച്ചപ്പോൾ അവിടുത്തെ തിരുശരീരത്തിൽ പ്രവഹിച്ചിരുന്ന പരിശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ മറക്കരുത്, മറിയയിൽ ജഡമെടുത്തു, മറിയയിൽ നിന്ന് ജഡമെടുത്തില്ല. ഇത് ശ്രദ്ധിക്കണം. യേശുക്രിസ്തു മറിയയിൽ ജഡമെടുക്കുകയായിരുന്നു, മറിയയിൽ നിന്ന് ജഡമെടുത്തില്ല. ഇന്നും വൈദ്യശാസ്ത്രത്തിനൊരത്ഭുതമാണ്. അതായത് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വളരുന്ന ശിശുവിൻ്റെ രക്തവും ആ അമ്മയുടെ രക്തവും തമ്മിൽ കലരുകയില്ല. പൊക്കിൾ കൊടി എന്ന ഒരു മിറക്കിൾ അവയവം, അമ്മയുടെ ഗർഭത്തിലെ ആ ജീവിതം കഴിയുമ്പോൾ അതിൻ്റെ കാലവും കഴിയും. പൊക്കിൾ കൊടി എന്ന അവയവം ഒരു അത്ഭുത പ്രതിഭാസമാണ്, ഒരു അത്ഭുതകരമായ അവയവമാണ്. ഈ പൊക്കിൾ കൊടിയിലൂടെ അമ്മയുടെ രക്തത്തിൽ നിന്നുള്ള പോഷകങ്ങൾ കുഞ്ഞിൻ്റെ രക്തത്തിൽ കലരുന്നു. രക്തം തമ്മിൽ കലരുകയില്ല. രക്തം തമ്മിൽ കലർന്നാൽ അപകടമാണ്. ചിലപ്പോൾ അമ്മയുടെ രക്തം O പോസിറ്റീവ് ആയിരിക്കും, കുഞ്ഞിൻ്റെ രക്തം O നെഗറ്റീവ്. ഡോക്ടർ സാബൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് സാറേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചേ. O പോസിറ്റീവ് O നെഗറ്റീവ് ആയിരിക്കും. ഇത് തമ്മിൽ കലർന്നാൽ അപകടമല്ലേ സാറേ? ഭയങ്കര അപകടമാണ്. ഒരിക്കലും കലരുകയില്ല. അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം ഗർഭസ്ഥാവസ്ഥയിൽ കലരുകയില്ല. യേശു മറിയയിൽ ജഡമെടുത്തപ്പോൾ മറിയയുടെ രക്തം യേശുവിൻ്റെ രക്തത്തിൽ കലരുകയുമില്ല. പരിശുദ്ധ രക്തം ധമനികളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ജനിച്ചവൻ യേശു ക്രിസ്തു മാത്രമാണ്. ശ്രദ്ധിക്കണേ, ആ പരിശുദ്ധ രക്തം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി കാൽവറിയിൽ അർപ്പിക്കപ്പെടുകയായിരുന്നു, ചൊരിയപ്പെടുകയായിരുന്നു. ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ദൈവ തിരുമുമ്പിൽ ആ രക്തം അർപ്പിക്കപ്പെട്ടു. അതാരും മലാഖമാർ പിടിച്ചോണ്ട് പോയി സ്വർഗത്തിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നൊന്നുമില്ല, മറന്നു പോകരുത്. അർപ്പിക്കപ്പെടുകയായിരുന്നു, അത് ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കപ്പെടുക. അത് നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തം എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി എന്ന് ഞാൻ അംഗീകരിച്ചേറ്റ് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആ രക്തം തളിച്ചതായി ദൈവം അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ എന്നാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും യേശുവിൻ്റെ രക്തം തളിക്കരുത്. വീട് കയറി താമസമൊക്കെ ചെല്ലുമ്പോൾ യേശുവിൻ്റെ രക്തം ഇവിടെ തളിക്കുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ ശുശ്രൂഷകന്മാർ വേദപുസ്തകം തുറന്ന് വെച്ച് കയ്യിൽ പിടിച്ചോണ്ട് ഇങ്ങനെ യേശുവിൻ്റെ രക്തം ഇവിടെ തളിക്കുന്നു എന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. എൻ്റെ പൊന്നു ദൈവദാസന്മാരെ, സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. മാത്രമല്ല, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ കർത്താവിൻ്റെ ഈ സഹോദരനൊക്കെ രാവിലെ എന്നും നമ്മുടെ വളർത്തുമൃഗങ്ങളെ അഴിച്ചു വിടുന്നതിന് മുമ്പ് ഓരോന്നിനെയും പിടിച്ച് അതിനുമേൽ യേശുവിൻ്റെ രക്തം തളിച്ചു വിടണമെന്ന് ഒക്കെ മാസികയിൽ എഴുതി വിട്ടു. ഞാൻ എറണാകുളത്ത് ടൗൺ ഹാളിൽ ഒരു യോഗത്തിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആൻറ്റി വന്നതിനോട് ചോദിച്ചു, അയ്യോ ഞാൻ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആൻറ്റി വന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ മാസികയിൽ എഴുതി വിട്ടു. അതുകൊണ്ടാണ് ആ ഉച്ച കഴിഞ്ഞ വൈകിട്ടുള്ള സെഷനിൽ ആ ആൻറ്റി ആ മാസികം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, ഇനി ചെയ്യരുത്, നമ്മുടെ പട്ടിയുടെയും പൂച്ചയുടെയും മേൽ തളിക്കാനുള്ളതല്ല യേശുവിൻ്റെ രക്തം. എന്നിട്ട് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വണ്ടിയുടെ ചുറ്റും നടന്ന് യേശുവിൻ്റെ രക്തം തളിക്കണമെന്ന് പറയുന്നു പോലും. സഹോദരങ്ങളെ, നമ്മുടെ പാട്ട വണ്ടിയെ തളിക്കാനുള്ളതല്ല യേശുവിൻ്റെ രക്തം. നമ്മളല്ല കൈകാര്യം ചെയ്യുന്നത്. യേശുവിൻ്റെ രക്തം മൂലമുള്ള വിജയം നമ്മൾ അവകാശപ്പെടുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ്. നമ്മളത് ഏറ്റുപറയുകയാണ്, അത് നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മളതുകൊണ്ട് തളിക്കുകയോ യേശുവിൻ്റെ രക്തം നമ്മൾ കൈകാര്യം ചെയ്യുവാൻ പോകരുത്.
നോക്കണേ, ഇത് പ്രാകൃത മതത്തിൻ്റെ സമാന്തര മതത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഓരോ കർമ്മങ്ങളാണ്. ഈ സമാന്തര മതം വളരെ സജീവമാണ്, വളരെ ഫലകരവുമാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചേ പറയാം, ഈ സമാന്തര മതത്തിൻ്റെ ഏറ്റവും ശക്തവും പ്രബലവുമായ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു രൂപമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് നോക്കണേ, ഇന്ത്യയിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം എത്തിയിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിൽ സുവിശേഷം മറ്റ് പല രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തിയതുപോലെ സ്വാധീനം ചെലുത്തിയില്ല? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇവിടെ വളരെ ശക്തമായ ഒരു മത സംവിധാനമുണ്ടായിരുന്നു. അവർക്ക് ഒരു റിലീജിയസ് ഫിലോസഫി ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അദ്വൈതം തുടങ്ങിയ ആശയങ്ങൾ, ബുദ്ധമതം, ജൈനമതം തുടങ്ങിയ ആശയങ്ങൾ, ഇതൊക്കെ ഇവിടെ ശക്തമായി പ്രചരിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ സഹോദരങ്ങളെ? സ്തോത്രം. ഇവിടൊക്കെ ഇത് പരിശോധിച്ചാൽ നോക്കണേ, നമ്മളെ ദൈവമാക്കുന്ന പരിപാടിയാണ്. നമ്മളെ ദൈവമാക്കുക, അതല്ലേ വിൽജി സാർ ഇവിടെ പറഞ്ഞില്ലേ, നമുക്ക് ഓരോരുത്തർക്കും ദൈവമാകാമെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ബലഹീനരാണ്. ശുശ്രൂഷ ഇങ്ങനെ ആളുകൾ പറയുന്ന പോലും, ശക്തനായ ഒരു ശുശ്രൂഷകൻ്റെ മുമ്പിൽ ആളുകൾ താഴെ വീഴുവെന്ന്. ശുശ്രൂഷകർ ഒരിക്കലും ശക്തരല്ല. ശുശ്രൂഷകരാണ്, അവർ ബലഹീനരാണ്. ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ താൻ ആരെങ്കിലും ആണെന്ന് ഭാവിച്ചാൽ അത് അപകടകരമാണ്. ഇന്നലെ വീട്ടിൽ ഒരു ദൈവദാസൻ വന്നു. അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററാണ്. ഒരു ഹെഡ് മാസ്റ്റർ. അദ്ദേഹം വന്നിട്ട്, ഞാനൊരു യോഗത്തിൽ സംബന്ധിച്ചു, അവിടെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊരു വിശീകരണം വേണം, അതിന് വന്നാണെന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവിടെ ആ യോഗത്തിൽ ശുശ്രൂഷകൻ പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നു, പിടിച്ചോ, എന്നിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നു, പിടിച്ചോ. എന്നിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നെന്ന്. അദ്ദേഹം ഇച്ചിരി നല്ല ബോധമുള്ള മറ്റൊരു സഭാവിഭാഗത്തിൽപ്പെട്ട പെന്തക്കോസ്തുകാരനല്ല, പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, ഒരു ദൈവദാസനാണ്. ഞാൻ ആഴ്ചതോറും വീട്ടിലെടുക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ സ്ഥിരമായി സംബന്ധിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം എനിക്കത് കേട്ടപ്പോൾ, യേശുവിൽ നിന്നല്ലേ ശക്തിയുള്ളൂ, ശുശ്രൂഷകനിൽ നിന്നൊരു ശക്തി ഇറങ്ങുമോ? അതുകൊണ്ട് നോക്കണം, ശുശ്രൂഷകനിൽ നിന്ന് ശക്തി ഇറങ്ങുന്നെന്നോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഈ കൾട്ടുകളും ഇന്നത്തെ ഈ സമാന്തര മതത്തിൻ്റെ നമ്മുടെ സഭയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നതും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച്, ആ വ്യക്തി ഏതോ ദിവ്യനാണെന്ന് വരുത്തിക്കൂട്ടി, ആ വ്യക്തിയുടെ ചില അദ്ദേഹത്തിൻ്റെ വാചക കസർത്തും സംഘാടക ശേഷിയും വശീകരണ ചാതുരിയും അദ്ദേഹത്തിൻ്റെ ദ്രവ്യാഗ്രഹത്തിൽ ഊന്നിയ അദ്ദേഹത്തിൻ്റെ നയങ്ങളും കപടങ്ങളും വഞ്ചനയും ചതിവും കൊണ്ട് ആ വ്യക്തി ഒരു ദിവ്യൻ എന്ന ഭാവത്തിൽ ഉയർന്നു നിന്നിട്ട് ആളുകളെ പാട്ടിലാക്കി, അധീനതയിലാക്കി, കലാരൂപങ്ങൾ അവതരിപ്പിച്ച് പാവം ജനങ്ങളെ വഞ്ചിക്കുന്ന ആ പ്രവണത എന്നും ഒരു വ്യക്തിയായിരിക്കും അതിൽ കേമൻ. ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയായി പരിപാടി നടക്കുന്നത്. ആ വ്യക്തി പ്രധാനിയാണെന്നും ദൈവത്തിൻ്റെ അവതാരമാണെന്നും ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും ഈ പാവം ജനങ്ങൾ തെറ്റിദ്ധരിച്ച്, മനസ്സിലാകുന്നുണ്ടോ? തെറ്റിദ്ധരിച്ച് അവരെ അനുഗമിക്കുകയും ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്ത്, പിന്നെ കാശ് കൈ വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഇച്ചിരി കൂടി കേമന്മാരാകാമല്ലോ. ഈ പാവങ്ങളെ പിന്നെയും വഞ്ചിക്കുന്ന ദുഷിച്ച പരിപാടി പെന്തക്കോസ്തിൻ്റെ പേരിൽ ഇവിടെ ഇറങ്ങുന്നത് കണ്ടിട്ട് മനസ്സിൽ ദുഃഖമുണ്ട്. പാവം ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. മറക്കരുത്. കാർമ്മികന്മാർ ഒരു കാർമ്മികന്റെ ഭാവത്തിൽ ഇവിടെ വെളിപ്പെടുന്നു. ഇതാണ് സമാന്തര മതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു കാർമ്മികൻ അവിടെ ഉണ്ട്. ഇങ്ങനെ ടാലിസ്മാൻ ഉണ്ട്, വെള്ളം കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി മാത്രമല്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, യേശുവിൻ്റെ രക്തം ഗൗരവത്തോടുകൂടെ മാത്രമേ പരാമർശിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഒരുവൻ്റെ പിന്നാലെ പോകരുത്. ദൈവത്തിനും ജനത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. അതെൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. സ്തോത്രം. ജനത്തിനും ദൈവത്തിനും ഇടയിൽ കയറി നിൽക്കുന്ന മറ്റ് വഞ്ചകന്മാർ, ജനം നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടാൻ അനുവദിക്കാതെ ജനത്തിനും ദൈവത്തിനും ഇടയിൽ കയറി നിന്ന്, ശ്രദ്ധിക്കണേ, ഒരു മധ്യസ്ഥൻ്റെ റോള് അഭിനയിക്കുന്ന വഞ്ചകന്മാരുടെ കാലം ഗോഡ്മെൻ, ദൈവപുരുഷന്മാരെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഇവിടെ ഇറങ്ങി. അവർ ദിവ്യന്മാരാണെന്ന് വരുത്തി കൂട്ടുന്നു. ഇത് അപകടമാണ്.
ഇത് അപകടമാണ്. ഇത് സമാന്തര മതത്തിൻ്റെ ഇങ്ങോട്ടുള്ള നുഴഞ്ഞുകയറ്റമാണ്. മറന്നു പോകരുത്. ദൈവം ഒരുവനെ അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്ക് നിയമിച്ചാൽ അത്ര കണ്ടവൻ താഴ്മയുള്ളവനാകും, അത്ര കണ്ടവൻ വിനയമുള്ളവനാകും. അവൻ ശക്തനായി എന്ന് ഒരിക്കലും ചിന്തിക്കുകയില്ല. കൃപാവരമാണ്, മറന്നു പോകരുത്. സഹോദരങ്ങളെ, ഈ സമാന്തര മതത്തിൻ്റെ കാര്യം അല്പം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സമാന്തര മതം, ഈ ഹിന്ദുയിസം തന്നെ നമുക്ക് എടുക്കാം, നമുക്ക് പരിചയമുള്ളത് കൊണ്ട് അതിനകത്ത് തന്നെ നിൽക്കുന്നത്. ഈ ജാതകം എഴുതുക എന്നൊരു പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ജാതകം എഴുതുക, സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ പറയാൻ മനസ്സിൽ വരുന്നെങ്കിലും നേരം കുറവാണ്. ശ്രദ്ധിച്ചേ, ഈ ജാതകം എഴുതുമ്പോൾ പലതും നടക്കാറുണ്ട്, ഇല്ലേ? ജാതകം എഴുതുമ്പോൾ പലതും നടക്കാറുണ്ട്. വടക്കൻ കേരളത്തിലുള്ള പ്രമുഖമായ ഒരു ബിസിനസ് കുടുംബത്തിൽ നടന്ന ഒരു ദാരുണമായ ഒരു ആത്മഹത്യ. ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അതിനുശേഷം കുറച്ച് നാളിന് ശേഷം ആ സ്ഥലത്ത് യോഗങ്ങൾക്ക് ചെന്നപ്പോൾ അവരുമായി പരിചയപ്പെടാനും അവരോട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അവസരമുണ്ടായി. സംസാരിച്ചപ്പോൾ ഒരു മകൻ നിസാര കാര്യത്തിന്, കൊച്ചു കാര്യത്തിന് ഒരു നിരാശ തോന്നിയിട്ട് അവന് വിഷം കുടിച്ചു. ഏതായാലും അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഏതായാലും ദൈവം അവനെ ആ ആദ്യത്തെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. അവൻ ദൈവത്തോളം ഒരു വ്യക്തിബന്ധത്തിലോട്ടൊക്കെ വരികയും മുമ്പോട്ട് വരികയും ഒക്കെ ചെയ്തു. കുറേ മുമ്പോട്ട് വന്നു. അതിനുശേഷം പിന്നെയും തിരിച്ചു വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവനൊരു ഇച്ചിരി ഒരു ശാരീരിക അസ്വസ്ഥത തോന്നുകയും അധികം കഴിയാതെ അവൻ മരിക്കുകയും ചെയ്തു. ഇവൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങ് സഹിക്കാൻ മേല. ആ വേദനയുടെ സമയത്ത് ഇവൻ ജനിച്ചപ്പോൾ അവരുടെ ജാതകം എഴുതിയിരുന്നു. ആ ജാതകം എഴുതിയത് നോക്കി. ഈ ജാതകം എഴുതിയത് നോക്കിയപ്പോൾ കൃത്യമായി അതിൽ പറഞ്ഞിരുന്നു, ഇത്രാമത്തെ വയസ്സിൽ ഇങ്ങനെയുള്ള നിസാരമായ ഒരു കാര്യത്തിന് വളരെ കറക്റ്റ് വിശദീകരണം എഴുതിയിരുന്നത്. അകാല മരണത്തിൽ പെടാൻ സാധ്യതയുണ്ട്, രക്ഷപ്പെട്ടാൽ വലിയ ആളാകും. ശ്രദ്ധിക്കണേ, ഈ ജാതകത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഞങ്ങളിത് നേരത്തെ വായിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് ദുഃഖിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചേ, ഇങ്ങനെ ജാതകം എഴുതുമ്പോൾ പല കാര്യം അതുപോലെ നടക്കും. എന്താ സംഭവിക്കുന്നത്? ഈ ജാതകം എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയാം. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഭൂമിയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തി നിൽക്കുന്ന നക്ഷത്രമോ ഗ്രഹമോ ഏതോ അത് ആ കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രം എന്ന് അങ്ങ് പരിഗണിക്കുക. അതൊരു സങ്കല്പമാണ്. അങ്ങനെ ആ സങ്കല്പത്തെ അടിസ്ഥാനമാക്കി ഈ നക്ഷത്രത്തിന് അടുത്ത അല്ലെങ്കിൽ ഈ ഗ്രഹത്തിന് അടുത്ത ഒരു 100 വർഷം ഉണ്ടാകുന്ന ഗതിവിഗതികൾ നേരത്തെ കൂട്ടി കണക്ക് കൂട്ടാം. നമുക്ക് കണക്ക് കൂട്ടാം. നമുക്കറിയാമല്ലോ, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ സൂര്യൻ എവിടെ നിൽക്കുമെന്ന് നമുക്ക് ഏകദേശം ചൂണ്ടിക്കാണിക്കാം. ഇതുപോലെ അടുത്തൊരു 100 വർഷത്തേക്ക് ഈ പ്രത്യേക നക്ഷത്രത്തിനോ ഗ്രഹത്തിനോ എന്തൊക്കെ ഗതിവിഗതികൾ ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ കൂട്ടി കണക്ക് കൂട്ടാം. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഈ ഗ്രഹത്തിനോ നക്ഷത്രത്തിനോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ കുഞ്ഞിൻ്റെ ജീവിതാനുഭവങ്ങളായി വ്യാഖ്യാനിക്കുന്നതാണ് ഈ ജാതകമെഴുത്തിൻ്റെ തത്വം. ഇത് വെറും ഒരു സങ്കല്പമാണ്. അപ്പോൾ ജനന സമയം പറയണം. ആ ജനന സമയമനുസരിച്ചാണ് ഈ ജാതകം എഴുതുന്നത്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ കമ്പ്യൂട്ടറൊക്കെ വന്നുകൊണ്ട് വളരെ എളുപ്പമാണ്, കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇപ്പോൾ മെഡിക്കൽ സയൻസും കൂടെ വളരെ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് കുഞ്ഞെപ്പോഴാണ് ജനിക്കേണ്ടതെന്നുള്ളത് ഡോക്ടറും അമ്മയപ്പന്മാരും കൂടെ തീരുമാനിച്ചാൽ മതി. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. കുഞ്ഞ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജാതകം എഴുതാൻ ഇതിൻ്റെ ജാതകം എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഡോക്ടറും അമ്മയപ്പന്മാരും കൂടെ തീരുമാനിക്കും. അത് വെറും ഒരു സങ്കല്പമാണ്. ഈ സങ്കല്പത്തിൽ അവർ ചിന്തിക്കുന്ന കാര്യം പിന്നെ എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു മനസ്സിലാവുന്നുണ്ടോ? അനേക കേസുകൾ എനിക്കറിയാം. എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു പറയാം. പിശാച് നേരത്തെ കൂട്ടി ഈ കാര്യം അങ്ങനെ പറഞ്ഞ ശേഷം രേഖപ്പെടുത്തി വെച്ച ശേഷം ആ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ അവൻ്റെ അനുഭവമാകുവാൻ പിശാച് പ്രവർത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിശാച് പ്രവർത്തിക്കും. അപ്പോൾ ഈ ജാതകം എഴുതിയതുപോലെ സംഭവിച്ചല്ലോ. അപ്പോൾ ഒരു ഗ്രഹപ്പിഴ, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, പിഴ നമ്മുടേതല്ല, ഗ്രഹത്തിൻ്റെതാ. ആ ഗ്രഹപ്പിഴയുണ്ടെങ്കിൽ ആ ഗ്രഹപ്പിഴ മാറാൻ ഇന്ന കർമ്മങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഗ്രഹപ്പിഴ മാറിപ്പോവും. ചിലപ്പം ആ പിശാചിനെ പ്രസാദിപ്പിക്കുന്ന കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും അവൻ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് ഈ വ്യക്തിയെ അങ്ങ് ഒഴിവാക്കും. കണ്ടോ, മറ്റേ ആൾ ചെയ്തില്ല, അവനത് സംഭവിച്ചു. ഇത് ഞങ്ങൾ ഈ കർമ്മം ചെയ്തുകൊണ്ട് ഇത് ഒഴിഞ്ഞുപോയി.
ഇങ്ങനെ വരുത്തിക്കൂട്ടി ആളുകളിൽ ഒരു വിശ്വാസം ഉളവാക്കി ഇവൻ്റെ ഈ മത സംവിധാനം കൂടുതൽ കൂടുതൽ പ്രബലപ്പെടത്തക്കതുപോലെ പിശാച് ശക്തമായി ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ഈ സമാന്തര മത സംവിധാനം എന്ന് പറയുന്നത്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. സ്തോത്രം. നമ്മുടെ ഇടയിൽ പോലും ആളുകൾ മീൻസ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ച ശേഷം അവർ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ, അതിൻ്റെ 38-ാമത്തെ അധ്യായത്തിൽ ഒന്ന് വായിച്ചേക്കാമോ? ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 38-ാമത്തെ അധ്യായത്തിൽ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ എടുത്തേ, വേഗം ഒന്നെടുത്തേ. ഇയ്യോബ് 38-ന്റെ 35 മുതൽ 31 മുതൽ 35 വരെ വായിച്ചു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? ജലപ്രവാഹം മതിയല്ലോ. ശ്രദ്ധിച്ചേ, ഈ വാക്യങ്ങൾ എടുത്ത് വായിച്ചു. കാർത്തികയുടെയും മകയിരത്തിൻ്റെയും ചങ്ങലയുണ്ട്. ഇത് ജ്യോതിർഗോളങ്ങൾ മനുഷ്യൻ്റെ മേൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് രാഹു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ട് ക്രിസ്ത്യാനികൾ പെന്തക്കോസ്തുകാർ പോലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഞാനൊരു കല്യാണത്തിന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് ഞാനും ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അയ്യോ, ആ പാസ്റ്റർ കുറേ നേരം നമുക്ക് അല്പം നേരം ആരാധിച്ച് ആത്മാവിൻ്റെ നിറവിൽ ദുഷ്ടശക്തികളെ ശാസിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വാക്യം ഉദ്ധരിച്ചു. കാർത്തികയുടെ മകയിരത്തിന് ചങ്ങലയെ ബന്ധിക്കുന്നു, സപ്തർഷികളെ ഞങ്ങൾ ഭത്സിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. ഭയങ്കര ഒരു പ്രാർത്ഥന. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, എന്തുവാ ഈ പറയുന്നതിൻ്റെ അർത്ഥം? സർവശക്തനായ ദൈവം ഇയ്യോബിന് പ്രത്യക്ഷനായി അവനോട് ഇയ്യോബേ, നീ ഈ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ നീ എന്നതാ വിചാരിച്ചേക്കുന്നത്? ദൈവം ആരാണെന്നാ നിൻ്റെ വിചാരം? ഈ കാർത്തികയുണ്ട്, മകയിരമുണ്ട്, സപ്തർഷികളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജ്യോതിർഗോളങ്ങളാണ്. ഇതിനെയൊക്കെ അതിൻ്റെ സമയത്ത് പുറപ്പെടുവിക്കാൻ നിന്നെ കൊണ്ട് ഒക്കുമോ? ഇതൊക്കെ ചങ്ങല പോലെ പരസ്പരം ആകർഷണ വലയത്തിൽപ്പെട്ട് ഒരേ വേഗതയിൽ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുകയല്ലേ. അതിൻ്റെ സ്പീഡൊന്ന് കൂട്ടാനോ കുറയ്ക്കാനോ നിന്നെ കൊണ്ട് ഒക്കുമോ? ഈ ഭൂമി 365 ദിവസം കൊണ്ട് സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങി വരുന്നുണ്ടല്ലോ. ഈ കറങ്ങി വരുന്നത് 360 ദിവസം കൊണ്ട് കറങ്ങി വരത്തക്കതുപോലെ അതിൻ്റെ വേഗം ഇച്ചിരി നിനക്കൊന്ന് കൂട്ടാമോ? മനസ്സിലായോ? ഇതാണ്. എന്നാൽ ഇയ്യോബേ, ഇതെല്ലാം അതിൻ്റെ കൃത്യമായ നിലയിൽ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ഞാൻ നിർവഹിക്കുന്നുണ്ട്. നീ ശക്തനായി ആരെ മുറുക്കിക്കോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദൈവം തൻ്റെ ദൈവത്വത്തെക്കുറിച്ചും തൻ്റെ വല്ലഭത്വത്തെക്കുറിച്ചും ഇയ്യോബിന് ഒരു ബോധം വരത്തക്കതുപോലെ സംസാരിക്കുക. അല്ലാതെ മനുഷ്യൻ്റെ മേൽ ജ്യോതിർഗോളങ്ങൾ സ്വാധീനം ചെലുത്തുന്നെന്നും അതിനെ ശാസിച്ച് ഭത്സിച്ച് വിടണമെന്നും ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഈ വാക്യമൊക്കെ എടുത്ത് വായിച്ചേച്ച് ഈ സമാന്തര മത സംവിധാനത്തിലെ ഈ നടപടികൾ നമ്മുടെ സഭകളിൽ കൊണ്ടുവരുന്നു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇതിനെതിരെ ജാഗ്രത പാലിക്കണം. എന്നിട്ട് ഈ ശാപമുണ്ടെന്നും ആ ശാപം പൊട്ടിച്ചു വിടണമെന്നും ആ ശാപം പൊട്ടിക്കാൻ ദൈവം ചിലർക്ക് അധികാരം കൊടുത്തിട്ടുണ്ടെന്നും മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇതെല്ലാം അതാ ഒരു ശനിദോഷമുണ്ട്. ശനിദോഷം പൊട്ടിക്കാൻ അവിടെയാണെങ്കിൽ അതിന് യാഗം കഴിക്കണം, അതിന് നേർച്ചയിടണം, അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം കഴിക്കണം. ഇവിടെയാണ് ഉപദേശിക്ക് കാശ് കൊടുത്താൽ അങ്ങേര് ഭത്സിച്ചോളും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്താ ഈ ശാപം? ശ്രദ്ധിച്ചേ, പാപം ഒരു വസ്തുവാണെങ്കിൽ ശാപം അതിൻ്റെ നിഴലാണ്. പാപം ഒരു വസ്തുവാണെങ്കിൽ ശാപം അതിൻ്റെ നിഴലാണ്. ശ്രദ്ധിച്ചേ, വസ്തു മാറിയാൽ നിഴൽ നീക്കപ്പെടും. വസ്തു മാറാതെ നിഴൽ നീക്കപ്പെടുകയില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞു പോയതിനാൽ പിന്നെ ആ പഴയ കുടുംബത്തിൻ്റെ യാതൊരു ശാപവും നിന്റെ മേൽ ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് പൊട്ടിച്ചു വിടാൻ ദൈവം ആരെയും പ്രത്യേകം അഭിഷേകം ചെയ്തിട്ടില്ല.
എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ സഹോദരങ്ങളെ, സ്തോത്രം. പ്രിയമുള്ളവർ, എന്തൊരു ധാർഷ്ട്യമായി പറയുന്നത്. രക്ഷിക്കപ്പെട്ടെന്നും കണ്ടൊന്നും നീ പിന്നെ ചിലപ്പോഴൊക്കെ നീ തെറ്റ് ചെയ്തിട്ടില്ലേ, തെറ്റാ ചിന്തൻ്റെ മനസ്സ് വന്നിട്ടില്ലേ, അതുകൊണ്ട് ആ ശാപം പിന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവനൊന്നും ആ ശാപമെല്ലാം ഒന്നും പോകത്തൊന്നുമില്ല. പിന്നെ എനിക്ക് പ്രത്യേക വരമുണ്ട്, ഇതല്ലേ പ്രസിദ്ധപ്പെടുത്തുന്നത്. അപ്പോൾ ആ വ്യക്തി എന്താ പറയുന്നത്? യേശുവിൻ്റെ പ്രായശ്ചിത്ത ബലിയാൽ പരിഹരിക്കപ്പെടാത്തത് തൻ്റെ പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് പറയുന്ന തികഞ്ഞ വേദവിപരീതമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ പുറകെ പോകരുത്. ഈ ചത്ത് കഴിഞ്ഞാൽ പിന്നെ കേസ് വല്ലതും ഉണ്ടോ? നമ്മുടെ വീരപ്പനെ, പഴയ ചന്ദനക്കൊള്ളക്കാരൻ വീരപ്പൻ്റെ പേരിൽ 250 കേസുണ്ടെന്നാണ് ഒരിക്കലും വായിച്ചത്. പിന്നെയും ചെയ്തു. ഇവന് എതിരെയുള്ള സകല തൊണ്ടിയും എല്ലാം കറക്റ്റ് രേഖയാക്കി എല്ലാം തെളിവ് സഹിതം കൊണ്ട് വെച്ച് ആളിനെ കിട്ടിയാൽ മതി, പെട്ടെന്ന് പരിപാടി കഴിയും, വിധി പറയണം, അതുപോലെ റെഡിയാക്കിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസ് മാളിൽ ഏറ്റുമുട്ടലിൽ വീരപ്പൻ ചത്തുപോയി. വീരപ്പൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് കെട്ടിന് കടലാസിൻ്റെ വിലയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിന് കടലാസിൻ്റെ വില പോലുമില്ല. ഇതുപോലെ പഴയ ശപിക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് നമ്മൾ യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിച്ചു. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഞാൻ പഴയ പാപത്തിന് മരിച്ചു, ഞാൻ ക്രിസ്തുവിനോട് കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ക്രിസ്തുവിനുള്ളവനാ. ആ അനുഭവം വന്ന ആളിന് പഴയ കുടുംബത്തിൻ്റെ ഒരു ശാപവും പിന്നെ അവൻ്റെ മേൽ വരികയില്ല. മറന്നു പോകരുത്. സമാന്തര മതം നമ്മുടെ ഇടയിലോട്ട് കയറുന്നത് കണ്ടോ? അതും പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ സമാന്തര മതം ഇങ്ങോട്ട് നുഴഞ്ഞു കയറുകയാ. പ്രിയമുള്ളവരെ, നമ്മളിതിനെ ജാഗ്രത പാലിക്കണം. നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒത്തിരി കർമ്മങ്ങൾ, ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം വായിച്ചാൽ അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ അവിടെ 2 തരം ബാധ ഒഴിപ്പിക്കലിനെ കുറിച്ച് കാണാൻ കഴിയും. ഈ സമാന്തര മതത്തിൻ്റെ ഒരു രീതി നിങ്ങൾ പറയുക. 2 തരം ഭൂതബാധ ഒഴിപ്പിക്കലുണ്ട്. അത് എടുത്തെങ്കിലും വായിച്ചാൽ കുഴപ്പമില്ല. മത്തായി 12-ന്റെ 24 മുതൽ 29 വരെ 6 വാക്യം ഒന്ന് വായിച്ചേ. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് അല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ നിരൂപണം അറിഞ്ഞു അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. കേട്ടോ, 2 തരം ഭൂതം ഒഴിപ്പിക്കൽ, ബാധ ഒഴിപ്പിക്കൽ. 1, യേശു ഭൂതത്തെ പുറത്താക്കുന്നു. 2, പരീശന്മാരുടെ മക്കള് ഭൂതത്തെ പുറത്താക്കുന്നു. യേശു ഭൂതത്തെ പുറത്താക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എന്നാൽ പരീശന്മാരുടെ മക്കള് അവിടെ മന്ത്രവാദികളായിട്ടൊക്കെ ഒത്തിരി പേര് നടപ്പുണ്ടായിരുന്നല്ലോ. സ്കേവ എന്ന പുരോഹിതന്റെ പിള്ളേരൊക്കെ മന്ത്രവാദികൾ നടപ്പുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. പ്രവർത്തന പുസ്തകം തന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവർ പുറത്താക്കുന്ന ആരെ കൊണ്ടാ? ബേൽസെബൂലെ കൊണ്ട്. ഞാൻ ബേൽസെബൂലെ കൊണ്ടാ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറയുമ്പം ബേൽസെബൂലിനെ ഞാനിങ്ങ് എടുത്താൽ പിന്നെ നിങ്ങളുടെ പിള്ളേർക്ക് പിന്നെ പുറത്താക്കാൻ ആരുണ്ട്? മനസ്സിലായോ? ശ്രദ്ധിച്ചേ. അപ്പോൾ എന്നിട്ട് മേളിൽ കർത്താവ് പറഞ്ഞു, രാജ്യം തന്നെ തന്നെ ഛിദ്രിച്ചു പോവും ഭൂതത്തെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കിയാൽ. എന്നാൽ ശ്രദ്ധിച്ചേ, രാജ്യം ഛിദ്രിക്കാതെ രാജ്യം പ്രബലപ്പെടത്തക്കതുപോലെ, മനസ്സിലായോ, ഇവർ തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റായി വലിയ പുള്ളിയെ കൊണ്ട് കൊച്ചു പുള്ളിയെ പുറത്താക്കി, മനസ്സിലായോ, ജനങ്ങളെ പരിഭ്രമിപ്പിച്ച് വിശ്വസിപ്പിച്ച് ഇവരെ പാട്ടിൽ ആക്കി വെക്കുന്ന പരിപാടി അന്നേ ഉണ്ട്, ഇന്നുമുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, കൃപയുള്ള വന്നപ്പോൾ ഭൂതം അലറി ഇളകിയെന്ന്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, കൃപയുള്ള വന്നപ്പം ഭൂതമിളകി. ഇങ്ങനൊരു ധാരണയുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ ദുരാത്മാക്കൾ അസ്വസ്ഥരായാൽ ശ്രദ്ധിക്കണേ, അതിനെ ശാസിച്ചാൽ അന്നേരമേ അത് വിട്ടുപോകും.
ഞങ്ങൾ അധികം സുവിശേഷം എത്തിയിട്ടില്ലാത്ത വടക്കൻ കേരളത്തിലൊരു സ്ഥലത്ത് ഞങ്ങളുടെ ചില സഹോദരങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് നമ്മൾ ക്രമീകരണം ചെയ്തു. ഒരു സുവിശേഷവും ക്രമീകരിച്ചു. സുവിശേഷം ക്രമീകരിച്ച് 3 ദിവസം അടുപ്പിച്ച് പ്രസംഗിക്കുക. പ്രാർത്ഥനയോടെ ഞങ്ങൾ ദൂതെല്ലാം ഒരുക്കി അവിടെ ചെന്നു. യോഗം തുടങ്ങി. ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കാണും. അപ്പോൾ ഒരു പെൺകുട്ടി അവിടെ ഇച്ചിരി വളംകുട്ടി, അതിൻ്റെ മേലെന്തോ ഒരു ബാധ പോലെയുണ്ട്, ഒരു വളംകുട്ടി ശബ്ദം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ മനസ്സൊന്ന് തേങ്ങി, എൻ്റെ മനസ്സൊന്ന് ഞരങ്ങി. എൻ്റെ കർത്താവേ, ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്നത് ലേറ്റ് 80s അല്ലെ ഏർലി 90s. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഞാൻ വളരെ ദൂരം നടന്നൊക്കെ അവിടെ യോഗത്തിന് എത്തിയിരിക്കുന്നത്. എൻ്റെ കർത്താവേ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എത്തി. കർത്താവ് പ്രാർത്ഥനയോടെ ഒരുക്കി അങ്ങയുടെ നിത്യജീവൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഇവിടെ കഴിയാതെ വണ്ണം ഈ ദുഷ്ടശക്തി ഇവിടെ ശല്യം ചെയ്യുകയാണോ? മനസ്സിലാവുന്നുണ്ടോ? ഈ കൊച്ചവിടെ ബഹളം ഉണ്ടാക്കിയ പിന്നെ ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ നോക്കുമോ? പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോകണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പൊന്ന് കർത്താവേ, അങ്ങ് നീ അനുവദിക്കുമോ എന്ന് എൻ്റെ ഹൃദയം ഒന്ന് ഞരങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്നപ്പോൾ നിത്യജീവൻ്റെ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന തടസ്സമായി. അനങ്ങിപ്പോകരുത്. ആ സഹോദരിയെ ബാധിച്ചിരിക്കുന്ന ദുഷ്ടശക്തി നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞേച്ച് ഞാൻ എൻ്റെ വചനപ്രസംഗം തുടർന്നു. ആ പെൺകുട്ടി പിന്നെ അനങ്ങിയില്ല. യോഗം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അതിൻ്റെ അമ്മയുമായിട്ട് വന്നു. ദൈവദാസൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു നിഴൽ എന്നിൽ നിന്ന് നീങ്ങുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ഭയങ്കര ആശ്വാസം, എനിക്ക് ഭയങ്കര സന്തോഷം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഭയങ്കര സന്തോഷം. അപ്പോൾ ആ പറഞ്ഞപ്പോഴേ ആ ദുഷ്ടശക്തി ആ സഹോദരിയെ ആ കുട്ടിയെ വിട്ടുപോയി. ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഭൂതം ഇളകിയ പിന്നെ ഇച്ചിരി അതിൻ്റെ പുറകെയാ. പിന്നെ ഈ ശുശ്രൂഷകൻ ഒരു വലിയ കാർമ്മികനായി, പിന്നെ പരിപാടി പതുക്കെ അങ്ങോട്ട് തുടങ്ങി. എന്തിനായി യോഗം സംഘടിപ്പിച്ചത്? നിത്യജീവന സത്യവചനം പ്രസംഗിക്കാൻ. ഇപ്പം ഇവിടെ എന്താ നടക്കുന്നത്? ഒരു വലിയ കാർമ്മികനായി ഇവിടെ ആളിച്ചിരി കേമനായി ഈ ഇച്ചിരി അവതരിച്ചോണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? സ്തോത്രം. ഇത് പാടില്ല. അപ്പോൾ ഇവിടെ ഇടയിൽ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് കുറേ നേരത്തെ കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞേച്ച് ഇദ്ദേഹം ഒരു വലിയ കാർമ്മികൻ്റെ ഭാവത്തിൽ വന്ന് അതിനെ പുറത്താക്കും. ആ പുറത്താക്കിയത് കൊണ്ട് അവൻ്റെ രാജ്യത്തിന് ഒരു ക്ഷീണവുമില്ല. അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാ. ഇതും ശ്രദ്ധിക്കണേ, നമ്മുടെ ഇടയിൽ നടക്കുന്ന പരിപാടിയാ ഇത്. സമാന്തര മത സംവിധാനത്തിൻ്റെ നമ്മുടെ ഇടയിലുള്ള സ്വാധീനമാണ്. ഇതും പരിശുദ്ധാത്മാവിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. പാടില്ല. ഇനി ഈ സമാന്തര മത സംവിധാനത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഭൗമിക നന്മകൾക്കാണ്. എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് തന്നെ പിശാച് പറഞ്ഞു. ശ്രദ്ധിക്കണേ, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് തന്നെ പിശാച് പറഞ്ഞു, ലോകവും അതിൻ്റെ സകല മഹത്വവും സകല രാജ്യങ്ങളെയും അതിൻ്റെ മഹത്വവും പ്രതാപവും എല്ലാം കാണിച്ചു പറഞ്ഞേ, ഇതെല്ലാം എൻ്റെ കയ്യിലാണ്. വീണ് എന്നെ നമസ്കരിച്ചാൽ നിനക്ക് തരാം, എനിക്ക് ഇഷ്ടമുള്ളവർ ഞാൻ കൊടുക്കും. വീണ് എന്നെ നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, കർത്താവ് പറഞ്ഞോ നിൻ്റെ കയ്യിൽ അല്ലെന്ന് പറഞ്ഞോ? അല്ലെന്ന് പറഞ്ഞില്ല. അവൻ്റെ കയ്യിലാണ്. അവൻ വഞ്ചിച്ച് ആദമിനെ ഏൽപ്പിച്ചത്. ആദമിനെ വഞ്ചിച്ച് കളിപ്പിച്ച് ആദമിനെ തൻ്റെ കൈക്കലാക്കി അവൻ ആദമിൻ്റെ കയ്യിലുണ്ടാകുന്നൊക്കെ ഇവൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണേ, ലോകത്തിൻ്റെ പ്രതാപവും പണവും പെരുമയും ഉയർച്ചയും ഇതെല്ലാം പിശാചിനെ സേവിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കർത്താവ് അവനെ അനുഗമിക്കുന്നവരെ പണക്കാരനാക്കാം എന്ന് പറഞ്ഞിട്ടില്ല. പണക്കാരനാകുന്നെങ്കിൽ നേരായ മാർഗത്തിലൂടെ ആണെങ്കിൽ അത് ദൈവപ്രസാദത്തിന് ഉപയോഗിച്ചോണം. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. NRI സഹോദരന്മാരുടെ ഇടയിലാണ് ഞാനിത് പറയുന്നതെന്നുള്ളത് എനിക്കറിയാം. ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ? അത് നേരായ മാർഗത്തിലാണോ? അത് ദൈവനാമ മഹത്വത്തിന് ഉപയോഗിച്ചോണം. അതിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിയരുത്. ഭൗമിക സമ്പത്തല്ല ദൈവം തരുന്ന അനുഗ്രഹം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. അത് പിശാചും ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അത് സമാന്തര മത സംവിധാനത്തിൽ
ആളുകൾ പ്രാപിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ നടക്കുന്ന പല ശുശ്രൂഷകളും ഒന്ന് എടുത്തു നോക്കിക്കേ. ബിസിനസ്സിൻ്റെ തകർച്ച മാറ്റാൻ ഒരു സഹോദരൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, ദേവദാസനെ എനിക്ക് ഒരു പ്രത്യേക ശുശ്രൂഷ തരും. ഞാൻ പറഞ്ഞു, എന്നാ ബ്രദറെ പ്രത്യേക ശുശ്രൂഷ? അതെ, എൻ്റെ ബിസിനസ് എല്ലാം തകർന്ന് ഞാനിങ്ങനെ ഒന്നുമില്ലാതായി. ഞാൻ ബ്രദർ, ഞാൻ അറിഞ്ഞു വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. ഞാൻ അന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതെ, പ്രാർത്ഥിച്ചു എൻ്റെ പൊന്നു ദൈവദാസനെ. അതിനുശേഷം ഞാൻ ഇപ്പോൾ വേലയ്ക്ക് ഇറങ്ങിയിരിക്കാം. ഈ ബിസിനസ്സുകാരുടെ ബിസിനസ് തകർച്ച മാറ്റാനുള്ള ഒരു ശുശ്രൂഷ, അതിനുള്ള ഒരു പ്രത്യേക വരം ദൈവം എനിക്ക് തന്നിരിക്കുക. ഈ ദൈവസന്നിധി പറയുമ്പം ഒരു അല്പം പോലും വ്യത്യാസപ്പെടുത്താൻ പാടില്ല. അപ്പോൾ എൻ്റെ പൊന്നു ബ്രദറെ, അങ്ങനൊരു ശുശ്രൂഷയോ, കടഭാരം മാറ്റാനൊരു ശുശ്രൂഷയോ, അതും പരിശുദ്ധാത്മാവിനാൽ തരുമോ? മനസ്സിലായോ? സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ശുശ്രൂഷയോ? ഞാൻ പറഞ്ഞു, ബുദ്ധിപൂർവം ഉത്സാഹത്തോടെ അധ്വാനിച്ചാൽ സമ്പത്ത് വർദ്ധിക്കത്തക്ക ഒരു പ്രത്യേക സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ബുദ്ധിപൂർവം ഉത്സാഹത്തോടെ വിശ്വസ്തയോടെ ദൈവാശ്രയ ബോധത്തോടെ അധ്വാനിച്ചാൽ മാനമായി ജീവിക്കാനുള്ള വകയും ചിലപ്പോൾ ചില സമ്പത്ത് വർദ്ധിക്കുന്ന നിലയിലും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ ദൈവം ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവാശ്രയ ബോധത്തോടും അധ്വാനിച്ചും ജീവിതത്തിൽ എന്തെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ, കടഭാരം മാറ്റുക എന്നുള്ളതല്ലാതെ, ചെപ്പിടി വിദ്യകൾ കൊണ്ട് കടം മാറ്റുന്ന പരിപാടി ദൈവികം അല്ല. എത്ര നേരം പറഞ്ഞതിന് ശേഷം ആ സഹോദരൻ പിന്നെ ഒന്ന് സമ്മതിച്ചെന്നറിയാമോ? എത്ര നേരം പറഞ്ഞു കൊടുത്തു. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ നിന്ന് നടക്കുന്ന സോ കോൾഡ് ആത്മിക ശുശ്രൂഷകൾ, ഈ ആത്മിക ശുശ്രൂഷകളെല്ലാം പലപ്പോഴും ഭൗമിക നേട്ടത്തിനുള്ള ഉപാധികളല്ലേ? വേദോസ്തം പറയുന്ന കാര്യം മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 6:24 എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞു, ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. മാമോൻ എന്ന വാക്ക് ഒരു എബ്രായ പദമാണ്. ധനം എന്നതിൻ്റെ എബ്രായ പദമാണ് മാമോൻ. പണത്തെയും ദൈവത്തെയും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് സേവിക്കുവാൻ കഴിയുകയില്ല. ദ്രവ്യാഗ്രഹത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാർമ്മിക നടപടി ഏതെങ്കിലും യോഗത്തിൽ നടക്കുന്നെങ്കിൽ അത് ദൈവികമല്ല. ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലായോ? സ്തോത്രം. ദ്രവ്യാഗ്രഹത്തിലേക്കും ഇവിടെ പണമുണ്ടാക്കണമെന്നും ഇവിടെ കേമനാകണമെന്നും ആ നിലയിലുള്ള ഒരു ചിന്ത, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാണ്. നിങ്ങൾ മാമോനെ സേവിക്കുന്ന ഒരു നിലയിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിക്കുന്ന എന്തെങ്കിലും ഒരു ശുശ്രൂഷ എവിടെങ്കിലും നടക്കുന്നെങ്കിൽ അത് ദൈവത്തെ തള്ളിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല. ഇത് മറന്നു പോകരുത്. അതുകൊണ്ട് ഭൗമികതയിലേക്ക്, നമ്മൾ ലോകക്കാരല്ല, ഭൗമികതയിലേക്ക്, ലൗകികതയിലേക്ക്, ലോകത്തിൻ്റെ പ്രതാപത്തിലേക്ക്, കൺമോഹത്തിലേക്ക് നോക്കണേ. നമ്മുടെ മനസ്സ് തിരിക്കുന്ന, ഇവിടെ വലിയവനാകാൻ ഒരു താല്പര്യം നമ്മൾ ജനിപ്പിക്കുന്ന യാതൊന്നും പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്നതല്ല. നമ്മളെ ലോകത്തിൽ നിന്ന് അകറ്റി, മനസ്സിലായോ? ലോകത്തോടുള്ള പറ്റുമാനം കുറച്ച് നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് എൻ്റെ കർത്താവിനോട് പറയാൻ തൻ്റെ ഇടം കാണിച്ച പിശാച് ഇന്നും ഇഷ്ടം പോലെ നടന്ന് തരാമെന്ന് പറയുമ്പം എന്നെ നമസ്കരിക്കണമെന്നുള്ളത് അവൻ മറച്ചു വെച്ചേക്കുക. അവൻ്റെ ശുശ്രൂഷകന്മാരായി, നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം കെട്ടി ലൗകികതയിലേക്ക് ജനത്തെ വലിച്ചു കളയുന്ന എത്രയോ പേർ നമ്മുടെ നടുവിൽ നിന്ന് വിലസുന്നു. തിരിച്ചറിയാൻ നിങ്ങളുടെ കണ്ണ് തുറക്കുമോ? തിരിച്ചറിയാൻ നിങ്ങളുടെ കണ്ണ് തുറക്കുമോ? സ്തോത്രം. മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏതാത്മാവിനാലാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പരിപാടി നടക്കുന്ന നിങ്ങൾ ഓർക്കണം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന് 3 മുതൽ 6 വരെയുള്ള ഭാഗം വായിച്ചാൽ
ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ലൗകികതയിലേക്ക് ഭൗമികതയിലേക്ക് ജനഹൃദയങ്ങളെ തിരിക്കുന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. വായിച്ചാട്ടെ, 1 യോഹന്നാൻ 4-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. വായിച്ചോളൂ. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. കേട്ടോ? അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. കേട്ടോ? ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. കേട്ടോ? സ്തോത്രം. നോക്കണേ, ലൗകികന്മാർ ലൗകികമായത് സംസാരിക്കുന്നു. ലൗകികന്മാരായി ലൗകികമായത് സംസാരിച്ചുകൊണ്ട് ലൗകിക നേട്ടത്തിനുള്ള ഉപാധികളായി ആത്മിക ശുശ്രൂഷ എന്ന പേരിൽ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവാണ്. ആ ലോകത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് കൊരിന്ത്യർക്ക് 1-2 അധ്യായം 12-ാം വാക്യത്തിൽ ലോകത്തിൻ്റെ ആത്മാവ്. നമ്മൾ ഈ യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചു എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. നോക്കണേ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായത് അവശതയല്ല. വെളിപ്പാട് പുസ്തകത്തിൽ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി ആത്മവിവശനായിട്ട് ബോധം കെട്ട് കിടക്കുകയല്ല. കേട്ടെ കാണിച്ചു തരാം. എടുത്ത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം 10-11 വേഗം വായിച്ചു. 10-11. ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-11. വെളിപ്പാട് 1:10-11. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദെൽഫ്യ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. കണ്ടോ? ആത്മവിവശനായി മാണ്ട് കിടക്കുകയല്ല. ആത്മവിവശനായി ആത്മവിവശതയിൽ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ചിന്തകളിൽ നിന്ന് താൻ മാറി ആത്മവിവശതയിൽ താൻ ശബ്ദം കേൾക്കുന്നു, എഴുതാൻ പറയുന്നു, തിരിഞ്ഞു നോക്കുന്നു, ആളിനെ കാണുന്നു. ആത്മവിവശതയിൽ എഴുതിയതാ വെളിപ്പാട് പുസ്തകം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ആ പേര് ഈ പൈശാചിക പരിപാടിക്ക് ഉപയോഗിച്ചേക്കരുത്. പരിശുദ്ധാത്മാവരെയും ബോധം കെടുത്തുകയില്ല. പരിശുദ്ധാത്മാ സുബോധത്തിൻ്റെ ആത്മാവാ. പരിശുദ്ധാത്മാ അവരെ തളർത്തുകയില്ല. പരിശുദ്ധാത്മ ബലപ്പെടുത്തുന്ന ആത്മാവാ. പരിശുദ്ധാത്മാവരെ വീഴിക്കയില്ല. പരിശുദ്ധാത്മ എഴുന്നേൽപ്പിക്കുന്ന ആത്മാവാ. ഇവിടെ കാണിച്ച ഒരു ക്ലിപ്പിങ്ങിനെ കുറിച്ച് സൗകര്യങ്ങളെ, ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ 38 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇവിടെ ക്ലിപ്പിംഗ് കാണിച്ച പല ദേവദാസന്മാരെയും എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. അവരുടെ ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളിൽ അവിടെ സഭകളിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആ സഭയിൽ ഒരിക്കൽ ഒരാഴ്ച ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം ഉപദേശ വൈപരീത്യങ്ങളിലേക്ക് വഴുതിപ്പോകുന്നത് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ വേദവൈപരീത്യത്തിലേക്ക് വഴുതുകയാണെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. അത് കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, മറ്റൊരു ദിവസം ഒരു സന്ദർഭത്തിൽ മറ്റൊരു സഭയിൽ ഒരു കൺവെൻഷൻ എന്നപ്പോൾ നിർബന്ധമായി എന്നെ വിളിച്ചവിടെ കൊണ്ടുപോയി ഒരു യോഗത്തിൽ ശുശ്രൂഷിക്കാനായിട്ട്. ഞാൻ ആ യോഗത്തിൽ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ ഇങ്ങനെയുള്ള തെള്ളിയിടുന്ന പരിപാടിയുമായിരുന്നു. എൻ്റെ പ്രസംഗം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ അയാൾ ബലമായി പിടിച്ചു തള്ളി അടിച്ചു തല്ലി വീണ് അതിൻ്റെ നടുവുളുക്കി. ആ കിടക്കുക. തടിച്ചു കൊഴുത്തു ഒരു പെൺകുട്ടി മലന്നടിച്ച് സ്റ്റേജിന് മുമ്പിൽ കിടക്കുമ്പോൾ ഏതാണ്ട് ഒരു ആൻറ്റി ഉണ്ടെന്ന് ഒരു ദുപ്പട്ട ഉണ്ട്, അതിൻ്റെ മുഖത്ത് ശരീരത്ത് മൂടിയിട്ടു. യോഗം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോഴും ആ കുട്ടി എഴുന്നേൽക്കുന്നില്ല, നടുവുളുക്കി. ഞാൻ 3-ാം ദിവസം ആ പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യമായി ഇവരടുത്ത് പോകേണ്ടിയിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഭയിലെ അദ്ദേഹത്തിൻ്റെ മകൻ വലിയ ഇന്ന് അറിയപ്പെടുന്ന ശുശ്രൂഷകനാണ്.
അവനോട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മകനെ പോലെ ഞാൻ സ്നേഹിക്കുന്നൊരു സഹോദരൻ, എടാ മോനെ, എനിക്ക് അത്യാവശ്യം ചില കാര്യം സംസാരിക്കണം, അവിടെ വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ താമസിക്കുന്നത് വരണമെന്ന് പറഞ്ഞു. മാർത്താഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എം കുര്യാക്കോസിലൂടെ ഞാൻ താമസിച്ചിരുന്ന സമയത്ത് അവനോട് വന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ദീർഘമായ മണിക്കൂർ 2-2:30 മണി മുതൽ വൈകിട്ട് 7:30 മണി വരെ ഇത് പൈശാചികമാണെന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തെളിയിച്ചു. അവന് പറഞ്ഞു കൊടുത്തു. ഇത് മാമുനിമാരും ഋഷിമാരും മന്ത്രവാദികളും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നു, ഹിമാചൽ പ്രദേശിലൊക്കെ ഞാൻ ധാരാളം യാത്ര ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അവരിങ്ങനെ കൈ കാണിച്ചാൽ ബോധം കൊടുക്കും, പിന്നെ അവർ റിലീസ് ചെയ്തെങ്കിലേ എഴുന്നേക്കുള്ളൂ. ഇതെല്ലാം ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ മോൻ എന്നോട് പറഞ്ഞു, അങ്കിൾ ഇനി മേലാൽ ഞാൻ ചെയ്യല, സത്യം ചെയ്യടാ എന്ന് പറഞ്ഞു. സത്യം സത്യം സത്യം, ഇനി മേലാൽ ഞാൻ ചെയ്യലെന്ന് അവൻ സത്യം ചെയ്തതിനോട് പറഞ്ഞു. ശ്രദ്ധിക്കണേ, പരസ്യമായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എനിക്കവരോട് ഇപ്പോഴും സ്നേഹമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം പിന്നെയും അവനത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതേ പട്ടണത്തിൽ മറ്റൊരു സ്ഥലത്ത് ഒരു വലിയ യോഗത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ പാട്ടുപാടാൻ ആ സഹോദരനുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ നല്ല യോഗ്യനായ നല്ല ചെറുപ്പക്കാരൻ, നിഷ്കളങ്കനായ പയ്യൻ സഹോദരൻ മുമ്പിലിരിപ്പുണ്ട്. ഇവിടെ മോനെ, നിങ്ങൾ ആ ചെയ്യുന്ന വേദപുസ്തക വിപരീതമായ കാര്യങ്ങൾ വേദപുസ്തകത്തിന് ചേരുന്നതല്ലെന്ന് മോനെ ഞാൻ തെളിയിച്ചു തന്നിട്ടില്ലേ? ഇനി മേലാൽ ചെയ്യുകയല്ലെന്ന് മോൻ എൻ്റെ അടുത്ത് സത്യം ചെയ്ത് പറഞ്ഞതല്ലേ? അത് സത്യമാണെങ്കിൽ ഇവിടെ ഒന്ന് പരസ്യമായി ഒന്ന് അംഗീകരിച്ചാട്ടെ, അല്ലെങ്കിൽ നിഷേധിച്ചാട്ടെ. ഞാൻ പറയുന്ന വ്യാജമാണെങ്കിൽ നിഷേധിച്ചാട്ടെന്ന് പറഞ്ഞു. ആ മോനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അങ്കിൾ പറയുന്നത് സത്യമാണ്, അങ്കിളുടെ അടുത്ത് ഞാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്ക് യു, ഇറ്റ്സ് നോട്ട് ഫോർ യു ഓർ ഫോർ മീ ബട്ട് ഫോർ ദ ഹോൾ ഓഡിയൻസ് ഹിയർ. എനിക്കോ നിനക്ക് വേണ്ടിയല്ല കുഞ്ഞെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. ഇത് പൈശാചികമാണ്, ഇത് വേദപുസ്തകത്തിലുള്ളതല്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു യൂത്ത് ക്യാമ്പായിരുന്നു. ചില ദിവസങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞു കൊടുത്തു, പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കയില്ല. പരിശുദ്ധാത്മാവ് ലക്ഷണം കെട്ട പോലെ പെരുമാറുകയില്ല. ക്രമത്തിൻ്റെ ആത്മാവാ, ചിട്ടയുടെ ആത്മാവാ, സുബോധത്തിൻ്റെ ആത്മാവാ, ബലപ്പെടുത്തുന്ന ആത്മാവാ.